എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ടൈറ്റിൽ കണ്ട് 96 എന്ന് കണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും, എന്താ സംഭവം. എല്ലാവരും ചോദിച്ചത് 96 ആണോ അതോ നമ്പർ മാറിപ്പോയതാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതുകൂടാതെ 96 കേൾക്കുമ്പോൾ ആദ്യം പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തിടെ നമ്മുടെ ഇറങ്ങിയ സിനിമ, അപ്പോൾ ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ കാണും എന്താ സംഭവം എന്നുള്ളത്. ഇതാണ് വേറ റൂബിൻ, നമ്മുടെ കഥയിലെ നായിക. 1928 US ഫിലാഡൽഫിയയിലാണ് ജനിച്ചത്. ജൂയിഷ് കുടുംബമായിരുന്നു. നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ ഇങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്ന ഒരു സമയമാണ് ആ ഒരു ടൈം. അസ്ട്രോണമിയിലായിരുന്നു താല്പര്യം. ഫാമിലിയിൽ നിന്നും അച്ഛൻ വക എല്ലാ സപ്പോർട്ടും കിട്ടി. അങ്ങനെ അസ്ട്രോണമിയിൽ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാത്ത കാരണം അതിനുള്ള ആഗ്രഹം സാധിച്ചില്ല അവർക്ക്. പക്ഷെ പിന്നീട് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തന്നെ ഏറ്റവും മഹത്തായ നാമങ്ങൾ രണ്ടുപേർ ആൾക്കാരായ ഹാൻസ് ബെത്തെ, റിച്ചാർഡ് ഫെയ്ൻമാൻ തുടങ്ങിയ ആളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ കരിയർ എന്ന് പറയുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കരിയറായിരുന്നു. ഒന്നാമത്തെ കാര്യം, അസ്ട്രോണമിയിൽ സ്ത്രീകളില്ല എന്നുള്ളൊരു കാര്യം തന്നെ. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീയാന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവരുടെ പ്രോജക്ട്സ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിന് കാര്യമായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ തന്നെ അവർ ഒരുപാട് കാലം ഇങ്ങനെ കഷ്ടപ്പെട്ടു. കരിയറിൽ ഒരു മുൻപോട്ട് പോകാൻ റോഡ് ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിന്നു. അവസാനം കെൻ ഫോർഡ് എന്ന് പറഞ്ഞൊരു അസ്ട്രോണറുമായിട്ട് ടൈപ്പ് ചെയ്ത് ഒരു 60കളുടെ 70കളുടെ അന്ത്യമാകുമ്പോഴത്തേക്കും അവർ റിസർച്ച് ഫീൽഡിലേക്ക് മാറ്റി. കണക്കാലം സ്റ്റീഫൻ ഹോക്കിങ് കത്തി നിൽക്കുന്നൊരു സമയമാണ്. പുള്ളി ഫീൽഡിലേക്ക് വന്ന സമയമാണ്. അവിടെ എല്ലാവരും ബ്ലാക്ക് ഹോൾസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു ആ ഒരു ടൈമിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി അവരുടെ വർക്ക് ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള പേടിയിൽ അവർ ചെറുതായിട്ടൊന്ന് വിഷയം മാറ്റി ഗാലക്സികളുടെ റൊട്ടേഷൻ കർവ് അത് പഠിക്കാനുള്ള രീതിയിലേക്ക് അവരുടെ ടോപ്പിക്ക് മാറ്റി. അങ്ങനെ അവർ റിസർച്ച് തുടങ്ങി. അവർ ആൻഡ്രോമഡ ഗാലക്സി, നമുക്കറിയാവുന്ന മിൽക്കി വേ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഗാലക്സിയാണ്. 20 ലക്ഷം ലൈറ്റ് ഇയർ അകലെയാണ് ആൻഡ്രോമഡ. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഗാലക്സിയാണ്. ആൻഡ്രോമഡയുടെ ഔട്ടർ സ്റ്റാർസിനെ കുറിച്ച് പഠിച്ച അതിൻ്റെ റൊട്ടേഷൻ കർവ്സ് അതായിരുന്നു അവരുടെ റിസർച്ച് ഫീൽഡ്. അവർ കണ്ടെത്തിയത് ഫ്ലാറ്റ് റൊട്ടേഷൻ കർവ്സ് ആണ് കിട്ടിയത്. അത് ഈ കാണുന്ന ഗ്രാഫിലെ പോലെ സംഭവം. ഇത് വെച്ചാണ് നമ്മുടെ ബാക്കി കാര്യം. അപ്പം ഈ 96 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരു പ്രണയ നൈരാശ്യമോ അങ്ങനെയുള്ളൊരു സംഭവമല്ല. അത് എന്താ സംഭവം എന്ന് നമുക്ക് പറയാം. ടോപ്പിക്കിലേക്ക് വരുവാണ്. മൂന്ന് പദങ്ങളാണ് ആദ്യം. നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള 3 പദങ്ങളാണ്: അസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, കോസ്മോളജി. നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ഇത്. പക്ഷേ ഇത് മൂന്നും ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. അസ്ട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ പച്ചയായി നമ്മൾ കാണുന്ന കാര്യങ്ങളിലൂടെ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും വസ്തുക്കളുടെ സ്ഥാനവും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ഒരു എന്താണ് സ്റ്റാർട്ടിങ് ലെവലിലുള്ളൊരു അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ അസ്ട്രോണമി എന്ന് പറയുന്നത്. അസ്ട്രോഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കെമിസ്ട്രി ഫിസിക്സിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന തെർമോഡൈനാമിക്സിലെയും ഫ്ലൂയിഡ് ഡൈനാമിക്സിലെയും അങ്ങനെ നമുക്ക് ഓൾറെഡി ഉള്ള നോളജ് ഉപയോഗിച്ച് യൂണിവേഴ്സിലെ, അതായത് നമ്മുടെ പ്ലാനറ്റ്സ് മുതൽ സ്റ്റാർസ് വരെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഫിഷൻ വർക്ക് ചെയ്യുന്നു, ഫ്യൂഷൻ, ഇങ്ങനെയുള്ള സ്റ്റാർസ് എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ സൂപ്പർനോവ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമമാണ് അസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മെയിൻ എല്ലാത്തിൻ്റെ മേളിൽ വരുന്ന സാധനം. അതായത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും അതിൻ്റെ പരിണാമവും അതെങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ഭാവിയും, ഉൽപ്പത്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചം അതോ പ്രപഞ്ചങ്ങളാണോ, ഇതിനെപ്പറ്റി പഠിക്കുന്ന ഇതെല്ലാം ഉൾപ്പെടുന്ന ശാഖ അതാണ് കോസ്മോളജി. അപ്പോൾ ഈ സെമിനാറിൻ്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടെ ചേർന്നൊരു സാധനമാണ്. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കണ്ടു കഴിഞ്ഞു. കുറച്ച് ഹിസ്റ്ററി പറയാനുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. ഒരു 1,00,000 അല്ലെങ്കിൽ 80,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടി ജീവിക്കുന്ന എന്നുള്ളൊരു പൊതുവേ ഉള്ള കണക്ക് അങ്ങനെയാണ്. അപ്പം അതിൽ പ്രാചീന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തോടും പ്രപഞ്ചത്തോടും ഉള്ള പേടിയിൽ നിന്ന് തന്നെയാണ് തുടക്കം. നമ്മുടെ ഈ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതി തുടങ്ങിയിട്ട് ഈ പറയുന്ന വർഷങ്ങളായിട്ടുള്ളൂ. 20,000 വർഷം അല്ല 5,000. ഇപ്പം നൈൽ നദിയുടെയൊക്കെ ചരിത്രത്തിൽ 8,000 വർഷത്തെ ഉത്ഭവം എന്നൊക്കെയാണ് ഇങ്ങനെ പൊതുവെ പറയുന്നത്. ഈ ക്രിയേഷൻ മിത്സ്, അതായത് എല്ലാം കഥകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. ഈ കഥകളൊക്കെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സയൻറ്റിഫിക് തിയറീസ്.
അല്ലെങ്കിൽ മറ്റൊരു വാക്യം റിലീജിയൻ തന്നെയാണ്, അല്ലെങ്കിൽ റിലീജിയൻ്റെ തുടക്കമായ ഈ കഥകളൊക്കെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ തിയറി. നമ്മൾ പ്രപഞ്ചോൽപ്പത്തിയെ പറ്റിയുള്ള കഥകൾ നമ്മളുണ്ടാക്കി. അതിൻ്റെ കൂടെ തന്നെ അസ്ട്രോളജി എന്ന് ഇന്ന് കാലഹരണപ്പെട്ട അല്ലെങ്കിൽ ഇന്നും ചിലർ അടിച്ചേൽപ്പിക്കുന്ന ഉടായ്പ പരിപാടി, അതിൻ്റെ തുടക്കവും അവിടെ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അസ്ട്രോണമി വാസ് എ ഫസ്റ്റ് സയൻസ്. അപ്പോൾ നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ടെക്നോളജി ഇല്ല, നമുക്ക് പ്രപഞ്ചത്തൊക്കെ ഓരോ ഐഡിയയും ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ ചെയ്യാം. അതൊക്കെയാണ് ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വെക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ നമ്മൾ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, പാറ്റേൺ കണ്ടെത്തുക എന്ന് തന്നെയാണ്. അങ്ങനെയാണ് കോൺസ്റ്റലേഷൻസ് എന്നൊരു ഐഡിയ ഉണ്ടാകുന്നത്. ഈ കാണുന്ന ഏറ്റവും ഫേമസ് കോൺസ്റ്റലേഷൻ ഈ കാണുന്ന ഫോട്ടോ കാണുന്ന ഒറിയോൺ ആയിരിക്കും. ഒറിയോൺ എന്ന് പറഞ്ഞാൽ ദ ഹണ്ടർ, ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു പോരാളിയുടെ പിക്ചർ നമ്മൾ ആകാശത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ പാറ്റേൺസ് കണ്ടെത്തി ഞാൻ കോൺസ്റ്റലേഷൻസിനോട്. ഇത് സോഡിയാക് കോൺസ്റ്റലേഷൻസ് ആണ്. സൂര്യൻ പോകുന്ന ഈ വട്ടത്തിൽ കാണുന്ന ലൈനാണ് എലിപ്റ്റിക് എന്ന് വിളിക്കുന്നത്. സോ 12 മാസം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യൻ്റെ പൊസിഷൻ ഓരോ മാസവും അതിൻ്റെ പുറകിലുണ്ടാകുന്ന ഒരു കോൺസ്റ്റലേഷൻ കാണും. ഇതിനാണ് നമ്മൾ 12 സോഡിയാക് കോൺസ്റ്റലേഷൻ. 13 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം 13ൻ്റെ പേര് ഞാൻ മറന്നു. ലിയോ, വിർഗോ തുടങ്ങിയ സോഡിയാക് കോൺസ്റ്റലേഷൻ. ഇതൊരു കുറച്ച് ന്യൂ ജനറേഷൻ കോൺസ്റ്റലേഷൻസ് ആണ്. കാരണം ഉസൈൻ ബോൾട്ടിൻ്റെ പേര്, സെറീന വില്യംസ്, മലാല, ഹാരി പോട്ടർ, നമുക്ക് ആർക്ക് വേണ്ട ഒരു കോൺസ്റ്റലേഷൻ ഉണ്ടാക്കാവുന്നതാണ്. ഒരു 3 സ്റ്റാർ കിട്ടിയ ഒരു കോൺസ്റ്റലേഷനായി. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാവുന്നതാണ്. സോ പ്രപഞ്ചശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏർലി മോഡൽസിനെ പറ്റി ആദ്യം പറയുമ്പോൾ നമുക്കെല്ലാവരും അറിയാവുന്നതല്ല, ഭൂമി പരന്നതാണ്, ഭൂമി നിശ്ചലമാണ്, മാത്രമല്ല ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രവും ഭൂമി തന്നെയാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇതിൽ നിന്നാണ് തുടക്കം. ഇതെന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പറയാൻ മതപരമായ കാരണങ്ങളാണ് എന്നല്ല, ഒരു ഐഡിയയും ഇല്ലാത്തൊരു മനുഷ്യനെ നമ്മളെ ഈ ഒരു ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ഭൂമി പരന്നതാണ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്, ഭൂമി തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ വിശ്വസിക്കാത്ത, തുടക്കത്തിൽ അങ്ങനെ ചിന്തിക്കാത്ത ഒരാളെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പം കാണും. കാരണം അതിൻ്റെ കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഫീലിംഗ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്? രണ്ടാമത്തെ കാര്യം പാരലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിയെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൂരെയുള്ള വസ്തു നമ്മൾ അനങ്ങുന്നതനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളാണ് അനങ്ങുന്നതെങ്കിൽ എന്തുകൊണ്ട് അവരുടെ സ്ഥാനം മാറുന്നില്ല എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ മുന്നേ വരും. പാരലാക്സ് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐഡിയ, ഒരാളെ സംബന്ധിച്ച് ഭൂമി അനങ്ങുന്നില്ല, അല്ല ജിയോ സെൻട്രിക്, സ്റ്റേഷനറി ആൻഡ് ഫ്ലാറ്റ് എർത്ത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അല്ല മതപരമായ കാര്യങ്ങളായിട്ടല്ല പറയുന്നത്, ഏറ്റവും ബേസിക്കായിട്ട് എന്തുകൊണ്ട് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത് എന്നുള്ള കാരണങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഒരു 4000 വർഷം മുമ്പ് അല്ലെങ്കിൽ 3000 വർഷം നമ്മുടെ പ്രപഞ്ചത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടാണത്. ഒരു ആകാശം ഒരു കുടകമത്തി വെച്ച ഒരു ഡോം, അതിൽ പതിപ്പിച്ചേക്കുന്ന മുത്തുകൾ പോലുള്ള സ്റ്റാറുകൾ, ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സൂര്യനും ചന്ദ്രനും ഇതിനകത്തായിരിക്കും, ഈ ഡോമിനകത്തായിരിക്കും. മാത്രമല്ല ആകാശത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ഒരേ ദൂരത്തിൽ ഒരേ ഡോമിൽ പതിപ്പിച്ച് വെച്ചേക്കുന്ന മുത്തുകൾ പോലുള്ള ഒരു മോഡലാണ്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നല്ല, ലിമിറ്റഡ് റിസോഴ്സസ്. അത് തന്നെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ancient people could only come up with speculations and imaginative schemes. ലോകത്തുള്ള എല്ലാ കൾച്ചേഴ്സും എടുത്തു കഴിഞ്ഞാൽ അവരുടേതായ വേർഷൻസ് നമുക്കതിൽ കാണാൻ സാധിക്കും. എല്ലാം ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് മോഡൽസ് തന്നെയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ മായൻ കൾച്ചറിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനീസ് കൾച്ചറിലേക്ക് പോയാലോ, ഇതിന് മറ്റൊരു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോൺസ്പിറസി തിയറീസൊക്കെ പ്രകാരം ലോകം മുഴുവൻ പണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നവരുണ്ട്. അതിൽ ആ രീതി കാണേണ്ട കാര്യമില്ല. ഇതെല്ലാവരും നാച്ചുറലായിട്ട് എത്തിച്ചേരുന്നൊരു കൺക്ലൂഷൻ തന്നെയാണ്. മറ്റൊരു ഇതെല്ലാം ക്യാമ്പ് ഫയർ സ്റ്റോറീസാണ്, അതായത് ഉൽപ്പത്തി കഥകൾ. രാത്രി തീ കൂട്ടിയിരുന്ന ഒരു കൂട്ടം കൂടി ഇരിക്കുമ്പോൾ അതിലേറ്റവും ടീം ലീഡ് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ആൽഫ മെയിൽ പുള്ളി പറഞ്ഞു കൊടുക്കുന്നൊരു കഥ, അതിൽ കൊള്ളുന്നതല്ല നമുക്കിതിനെ കാണാൻ പറ്റത്തില്ല. ഇത് ഈജിപ്ഷ്യൻ കൺസെപ്റ്റാണ്. ഈ കാണുന്നത് ഒരു ബിബ്ലിക്കൽ കൺസെപ്റ്റാണ്. ഈ കാണുന്ന ഫോട്ടോ എല്ലാ എബ്രഹാമിക് റിലീജിയൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോയാണ്. അതായത് വാട്ടേഴ്സ് എബോ ആൻഡ് വാട്ടേഴ്സ് ബിലോ. താഴെ വെള്ളമാണ്, മുകളിൽ വെള്ളമാണ്. വെള്ളത്തിനെ ദൈവം വരഞ്ഞു മാറ്റിയാണോ സ്കൈ ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. അതുമാത്രമല്ല മോളിൽ ഫ്ലഡ് ഗേറ്റ്സ് ഉണ്ട്. അപ്പം ഫ്ലഡ് വരുത്തണമെങ്കിൽ ദൈവത്തിന് ആ ഗേറ്റ് തുറന്നിട്ട് വെള്ളം താഴേക്ക് കൊണ്ടുവരാം. അത് ഈ ഒരു കൺസെപ്റ്റാണ്. ഇങ്ങനെ പോകും. സ്റ്റാർസ് എല്ലാകത്താണ്. സണ്ണും മൂണും ഒരേ സൈസാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, സണ്ണും മൂണും ഒരേ സൈസാണ്. അതെന്തുകൊണ്ട് അതൊരു കോയിൻസിഡൻസ് ആയിട്ട് കാണാൻ പണ്ടത്തെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇന്നാണേലും അതൊരു ഭയങ്കര കോയിൻസിഡൻസ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവ്. ഇങ്ങനെയുള്ള സോളാർ സിസ്റ്റംസ് അല്ലെങ്കിൽ
സിസ്റ്റംസ് വളരെ കുറവാണ്. നമുക്കൊരു എക്ലിപ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് സണ്ണിനെ കൃത്യമായിട്ട് മുഴുവൻ മൂടുന്നുണ്ട്. അങ്ങനെ ഒരു എക്ലിപ്സ് ഉണ്ടാകുന്ന സിസ്റ്റംസ് വളരെ കുറവാണ്. അത് ലൈഫ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള സിസ്റ്റത്തിനേക്കാളും കുറവാണ് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള എക്ലിപ്സ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ വിചാരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇന്നും മോഡേൺ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റീസ് ഉണ്ട്. അവർ ഭൂമി പരന്നാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ന്യൂ ജനറേഷൻ ഫ്ലാറ്റ് എർത്ത് തിയറീസാണ്. നാസയുടെ പേരിലാണ് അതിൻ്റെ കുറ്റം വരുന്നത്. കോൺസ്പിറസി തിയറീസ് അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് സൊസൈറ്റീസ്, ഇലുമിനാറ്റി, അതിങ്ങനെ അങ്ങനെ പോകും. അതായത് ഭൂമി ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പരന്നാണ്. നമ്മുടെ ഓഷ്യൻസിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരു ഐസ് വാൾ അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ബൗണ്ടറി പോലെ ആ ഐസ് വാളാണ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നത്. ബാക്കിയെല്ലാം സെയിമാണ്. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ദൂരം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അറിയാൻ പറ്റുമെങ്കിൽ പോലും ഇന്നും എല്ലാ നക്ഷത്രങ്ങളും ഒരേ ദൂരെ തന്നെയാണ് നിൽക്കുന്നതെന്ന് ആണ് ഈ ഫ്ലാറ്റ് എർത്ത് തിയറീസിൻ്റെയൊക്കെ ഒരു കുഴപ്പം. മറ്റു കാര്യം പറഞ്ഞാൽ ഇവർ ഈ ഇലുമിനാറ്റീനെ വെച്ചൊക്കെ പറയുമ്പോൾ ഇത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ലോഗോയാണ്, സിമ്പിളാണ്. എന്തുകൊണ്ട് UN ഈ സിമ്പിൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ചോദ്യം. ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. അതുപോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ വാസ് ദ ഫസ്റ്റ് സയൻസ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് സയൻസ്? സയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദ ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകോംപസിംഗ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ. ആ രണ്ടാമത്തെ രണ്ട് വാക്കുകൾ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ, അതായത് നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒരു നിഗമനത്തിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ സയൻസിൻ്റെ രീതി. അതായത് രണ്ട് രീതികൾ പറയാം. ഒന്നെങ്കിൽ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ നമ്മളൊരു നിഗമനത്തിലെത്തുന്നു, അത് ഒരു തിയറി, അതിനെ നമ്മൾ ഫാക്റ്റായിട്ട് അംഗീകരിക്കുന്നു. രണ്ടാമത് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിന് നമ്മൾ തെളിവുകൾ ശേഖരിക്കുന്നു. തെളിവുകൾ അനുകൂലമാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തട്ടുന്നു, പുതിയ തിയറി കണ്ടുപിടിക്കുന്നു. സയൻസിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. ഒരു കാര്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ളത്, ഇത് അസ്ട്രോണമിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതം എന്ന് പറയുന്നത് അസ്ട്രോണമിയെ സംബന്ധിച്ച് വളരെ മുൻപന്തി നിന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് പക്ഷേ ഞാൻ ഈ സെമിനാറിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ പൊതുവേ ഉള്ള ഒരു വെസ്റ്റേൺ ഹിസ്റ്ററി മാത്രമേ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ത്യൻ, ചൈനീസ് അല്ലെങ്കിൽ അറബ് അസ്ട്രോണമേഴ്സിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ നമുക്ക് സമയമില്ല. അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കോൺസ്പിറസി തിയറീസും നമ്മുടെ പൊതുവെ അംഗീകരിച്ച ഒരു ചെറിയ ഹിസ്റ്ററി അതേ ഉള്ളൂ നമ്മുടെ ടോപ്പിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൻറ്റിക്കിത്തറ മെക്കാനിസം എന്ന് പറഞ്ഞ ആ സംഭവം, അതിനെ സംബന്ധിച്ചൊക്കെ അത് ഗ്രീക്ക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മുടെ പൊതുവെയുള്ള ഹിസ്റ്ററിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിരമിഡ്സ് ആണെങ്കിലും സ്റ്റോൺഹെഞ്ച് ആണെങ്കിലും താഴെ കാണുന്ന നാസ്കാല, നമ്മളതിനെ ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറീസിലേക്ക് പോകുന്നില്ല, അംഗീകരിച്ച ഹിസ്റ്ററി മാത്രമാണ്. സോ നമ്മൾ ഈ ലാസ്റ്റ് ഫിഗറിൽ കാണിച്ച ഈ ഒരു മാപ്പിൽ കാണുന്ന ഒരു ഇട്ടാവട്ട ഏരിയ, അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. സോ പ്രാചീന ഗ്രീക്ക് റോമൻ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധൻ്റെയൊക്കെ ടൈം അല്ലെങ്കിൽ ഇന്ത്യയിലെ മഹാജനപദാസിൻ്റെയൊക്കെ ടൈമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ മുതലുള്ള ഹിസ്റ്ററിയാണ്. അതായത് പണ്ടത്തെ ഫ്ലാറ്റ് വിട്ടു, പക്ഷേ എർത്ത് റൗണ്ടായി. പക്ഷേ എന്നാലും എർത്ത് സ്റ്റേഷനറിയാണ്, യൂണിവേഴ്സിൻ്റെ സെൻറ്ററുമാണ്. ആ ഒരു അതൊരു ജയൻ ലീപ്പ് തന്നെയാണ്. കാരണം ഫ്ലാറ്റിൽ നിന്ന് റൗണ്ടിലേക്ക് പോകുകയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചാട്ടമാണ്. നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞ 7 വസ്തുക്കളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് ആകാശത്തിൽ ചലനമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണോ അവനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത്. സൂര്യൻ, ചന്ദ്രൻ, മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ. നമ്മുടെ ഇന്ത്യയിൽ 2 എണ്ണോടെ ചേരും, രാഹു, കേതു. അത് ഇൻവിസിബിൾ ആണ്. ഗ്രഹണം വരുന്ന സമയത്തുള്ള അവരെ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അത് മാത്രമല്ല ഈ ബേസിക് എലമെൻറ്റ്സ്, അതായത് എർത്ത്, വാട്ടർ, എയർ ആൻഡ് ഫയർ. പിൻകാലത്ത് വന്ന ഈതർ എന്നൊരു കൺസെപ്റ്റ്. ഈ ഒരു ബേസിക് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഗ്രീക്കുകാരുടെ ഭാഗത്ത് 4 ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഈതർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, പിന്നെയും വരും, പിന്നെയും പോകും എന്നുള്ള രീതിയിലാണ് ഈതറിൻ്റെ കാര്യം. ചിലർ അങ്ങനെ, പക്ഷേ ഭാരതത്തിൽ അത് എന്നും പഞ്ചഭൂതങ്ങൾ തന്നെ. ആകാശത്തിൻ്റെ സ്ഥാനത്താണ് അവർക്ക് ഈതർ. സോ നമ്മുടെ ബുദ്ധൻ്റെ ഒക്കെ കാലത്ത് നോക്കുക, തെയിൽസ്, അനക്സിമാൻഡർ ആൻഡ് അനക്സിമനസ് എന്ന് പറഞ്ഞ് അവർ 3 പേര് ഗുരു ശിഷ്യ പരമ്പരയാണ്. അവരാണ് ആദ്യം അതായത് അതിനു മുമ്പുള്ള പ്രപഞ്ചത്തെക്കുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് ആമയുടെ പുറത്തോ അല്ലെങ്കിൽ പാമ്പിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏതെങ്കിലും പുറത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആയിട്ടുള്ള രൂപ. അതിൽ നിന്ന് മാറി ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്ത് വെക്കണ്ട, ഭൂമി തന്നെ അല്ലെങ്കിൽ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇങ്ങനെ ഒരു ഫിക്സ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ 2 പില്ലേഴ്സ്, 4 പില്ലേഴ്സിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നല്ലോ. ആ ഒരു കൺസെപ്റ്റ് വിട്ട് പുറത്തേക്ക് വന്നത് തെയിൽസിലൂടെയും അനക്സിമാൻഡറിലൂടെയൊക്കെയാണ്. മാത്രമല്ല സ്പേസ് എന്നൊരു കൺസെപ്റ്റും ഡെവലപ്പ് ചെയ്തത് അനക്സിമാൻഡറാണ്. അതായത് അതുവരെയുള്ള വിചാരം എല്ലാ സ്റ്റാർസും ഒരേ ഡിസ്റ്റൻസിൽ ഒരു ഡോമിൽ പതിപ്പിച്ച് വെച്ചേക്കുന്ന മുത്തുകൾ പോലെ എന്നുള്ള രീതിയിലായിരുന്നു.
അനക്സിമാൻഡറാണ് എല്ലാ സ്റ്റേഷൻസും ഒരേ ഡിസ്റ്റൻസിലല്ല, പല ഡിസ്റ്റൻസിലാണെന്നുള്ള ആദ്യമായിട്ടൊരു കാൺസെപ്റ്റാണ്. അതിലൂടെ തന്നെയാണ് നമ്മൾ സ്പേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ തുടങ്ങുന്നത്. അതേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന പൈത്തഗോറസിനും ഏകദേശം ഈ ഒരു മാറ്റത്തിനുള്ള പുള്ളിയും ഇതിനകത്തൊരു ഘടകം തന്നെയാണ്. അനക്സിമാൻഡറിൻ്റെ പ്രവചനം അനുസരിച്ച് ഭൂമി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ആകാശം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് തീയാണ്. അപ്പോൾ തീക്കകത്തൂടെ നമ്മൾ നോക്കി കാണുന്ന, അതാണ് നമുക്ക് ആകാശത്തിലുള്ള ഹോൾസിലൂടെ അപ്പുറത്തെ തീയെ നോക്കി കാണുന്നതാണ് നക്ഷത്രങ്ങൾ. അതായിരുന്നു അനക്സിമാൻഡറിൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ചൊരു കൺസെപ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇത് മൂന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്ലേറ്റോ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്സിൽ വളരെയധികം അല്ലെങ്കിൽ പെർഫെക്ഷനിൽ വിശ്വസിച്ചിരുന്നതാണ്. പെർഫെക്റ്റ് സർക്കുലർ ഓർബിറ്റ്സ് എന്ന കൺസെപ്റ്റ് പ്ലേറ്റോ അന്നത്തെ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് പിന്നീട് നൂറ്റാണ്ടുകളാണ് സയൻസിനെ പിന്നോട്ട് അടിച്ചൊരു കൺസെപ്റ്റാണ്. പക്ഷേ എന്നാൽ പോലും ഇത് നമ്മുടെ യാത്രയിലൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ്. പെർഫെക്റ്റ് സർക്കുലർ ഓർബിറ്റ്സ് എന്ന പ്ലേറ്റോ കൺസെപ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ ജോമെട്രിയിലുള്ള വ്യത്യാസം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥലമാണ്. അവിടെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള മാത്തമാറ്റിക്കൽ ഫിഗർ എന്ന് പറയുന്നത് സർക്കിൾ അല്ലെങ്കിൽ സ്പിയർ എന്നാണ് പ്ലേറ്റോ വിശേഷം. അതുകൊണ്ട് തന്നെ ആകാശത്തിലുള്ള എല്ലാ വസ്തുക്കളും പെർഫെക്റ്റ്ലി സർക്കുലർ ഓർബിറ്റ്സിൽ പോകുന്നുണ്ടായിരുന്നു പ്ലേറ്റോയുടെ തിയറി. ഇത് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പഞ്ചഭൂതങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന ജോമെട്രി ഷേപ്സ് ആണ് ഇതൊക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹി ബിലീവ് ദാറ്റ് സർക്കിൾ ഓഫ് സ്പിയർ ഇസ് എ പെർഫെക്റ്റ് ഷേപ്പ് ആൻഡ് ഓൾ തിങ്സ് ഇൻ ഹെവൻ ആർ പെർഫെക്റ്റ്. അത് നമ്മൾ അരിസ്റ്റോട്ടിലേക്ക് വരുന്നു. അരിസ്റ്റോട്ടിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനക്സിമാൻഡർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റ്, അതായത് നക്ഷത്രങ്ങളെല്ലാം ഒരേ ഡിസ്റ്റൻസിലല്ല, പല ഡിസ്റ്റൻസിലാണെന്നുള്ള കൺസെപ്റ്റ്, അത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത് ഒരു 47-55 റൊട്ടേറ്റിംഗ് സ്ഫിയേഴ്സിലേക്ക് പുള്ളി എത്തിച്ചു. അതായത് ആകാശത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ആ ഒരു 50ഓളം വരുന്ന ഓർബിറ്റ്സിൽ, 50ഓളം വരുന്ന പല ഡിസ്റ്റൻസിൽ പുള്ളി അങ്ങ് ഫിക്സ് ചെയ്തു. പക്ഷേ എന്നാലും അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഭൂമി ഉരുണ്ടതാന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ളത് തന്നെയായിരുന്നു അരിസ്റ്റോട്ടൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ചന്ദ്രനെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഒബ്ജക്റ്റായിട്ടും അരിസ്റ്റോട്ടൽ സ്ഥാപിച്ചു. ഈ കാണുന്ന ഫോട്ടോ ഇത് പ്ലേറ്റോയും അരിസ്റ്റോട്ടലുമാണ്. വളരെ ഫേമസ് ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്ങാണ്. അരിസ്റ്റോട്ടലാണ് ഈ എർത്ത്, ഫയർ, വാട്ടർ, എയർ എന്ന എലമെൻറ്റ്സിന് കുറച്ചുകൂടെ ഡെഫിനിഷൻസ് നൽകി. അതായത് അതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതായത് ഭാരം കൂടിയ എന്നും അല്ലെങ്കിൽ നാച്ചുറൽ ടെൻഡൻസി മേലോട്ട് പോകാനുള്ളതെന്നും മേലോട്ട് താഴേക്ക് വരാനുള്ളതെന്ന് അത് രണ്ട് രീതിയിൽ. അതായത് എർത്തും വാട്ടറിനും താഴേക്ക് പോകാനായിരിക്കും ടെൻഡൻസി, ഫയറിനും എയറിനും മേളിലേക്ക് പോകാനായിരിക്കും. ആ ഒരു അത്രയും ഡെവലപ്മെൻറ്റാണ് അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നത്. മാത്രമല്ല ഈ കാണുന്ന ലോകത്തിനപ്പുറമാണ് ദൈവത്തിൻ്റെ ലോകം. അതായത് അത് ഈതർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ഇതാണ് ഈ കാണുന്ന ഫിഗറിലാണ് അരിസ്റ്റോട്ടലിൻ്റെ പ്രപഞ്ച മാതൃകയാണ് ഈ കാണുന്നത്. മൂന്നായിരിക്കും ഏറ്റവും അടുത്ത്, പിന്നെ വീനസ്, മെർക്കുറി കഴിഞ്ഞിട്ടാണ് സൺ. ഈ മൂന്നെണ്ണം എന്തുകൊണ്ടാണ് സണ്ണിൻ്റെ താഴെ വന്നത് നമുക്ക് ചോദിക്കാം. ഈ മൂന്നെണ്ണവും സണ്ണിനെ ക്രോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്നത്തെ കാലത്താണെങ്കിലും ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ മൂണും മെർക്കുറിയും വീനസും മാത്രമേ നമുക്ക് സണ്ണിനെ ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റൂ. കാരണം ഈ മൂന്നെണ്ണം കഴിഞ്ഞിട്ടാണ് ഭൂമി വരുന്നത്. സോ ഇവിടെയും ജിയോസെൻട്രിസമാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ആ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അരിസ്റ്റാർക്കസ് എന്ന് പറഞ്ഞ മനുഷ്യൻ നമുക്ക് അധികം ഫേമസ് അല്ല, അരിസ്റ്റോട്ടലിനൊന്നും ഒപ്പം ഫേമസ് അല്ലാത്ത ആളാണ്. BC 270 എന്ന് പറയുമ്പോഴത്തേക്കും അരിസ്റ്റോട്ടൽ കഴിഞ്ഞ ഒരു ഏകദേശം 100 വർഷം കഴിഞ്ഞിട്ടാണ്. അരിസ്റ്റാർക്കസ് പക്ഷേ ഭൂമി അല്ല കേന്ദ്രം, സൂര്യനാണ് കേന്ദ്രം എന്ന് അന്ന് തന്നെ വാദിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റെവല്യൂഷണറി കൺസെപ്റ്റ്, അതായത് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് മൂൺ ഓർബിറ്റ് ചെയ്യുന്നത് എർത്തിനെയാണ്, പക്ഷേ ബാക്കി എല്ലാ പ്ലാനറ്റ്സും സണ്ണിനെയാണ് ഓർബിറ്റ്. അതായത് ആക്ച്വൽ ഫാക്ട് അത് പുള്ളി അന്ന് തന്നെ പറഞ്ഞാണ്. മാത്രമല്ല ഈ പാരലാക്സ് എന്തുകൊണ്ടാണ് കാണുന്നില്ല എന്നുള്ള എക്സ്പ്ലനേഷനും അരിസ്റ്റാർക്കസ് അന്ന്, കാരണം നക്ഷത്രങ്ങൾ അത്രയും ദൂരെ ആയതുകൊണ്ടാണ് നമുക്ക് പാരലാക്സ് ഫീൽ ചെയ്യാത്തതെന്നും അരിസ്റ്റാർക്കസ് അന്ന് തന്നെ പറഞ്ഞാണ്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് ഇത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ കാണുന്നതാണ് അരിസ്റ്റാർക്കസിൻ്റെ മോഡൽ. അദ്ദേഹത്തിന് അതിൽ എത്തിച്ചേരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിരീക്ഷണങ്ങളും നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ചുറ്റും കറങ്ങുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ബേസിക് ലോജിക്ക് വെച്ചാണ് മെയിനായിട്ടും അദ്ദേഹം ആ നിഗമനത്തിലെത്തിയത്. മാത്രമല്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ പുലികളിൽ ഒരാളാണ് ആർക്കിമിഡിസ്. അദ്ദേഹം ഹീലിയോസെൻട്രിസത്തിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. ആർക്കിമിഡിസിനെ കുറിച്ച് പറയാൻ സമയമില്ല, ഒരു സെമിനാർ തന്നെ വേണ്ടി വരും അതിന്. അതേസമയത്താണ് എററ്റോസനസ് ഭൂമിയുടെ ചുറ്റളവ് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ബേസിക് ടെക്നോമെട്രി വെച്ച്, അതായത് വെറും 4ാം ക്ലാസ് കുസ്തിയും വെച്ചുകൊണ്ട് അന്ന് അദ്ദേഹം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഭൂമിയുടെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചു. ആ എക്സ്പെരിമെൻ്റാണ് ഈ കാണിക്കുന്നത്. അത് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ഒരു ഹോംവർക്കായിട്ട് തരുവാണ്. എല്ലാവരും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അത് ഇന്ന് നമ്മൾ അംഗീകരിച്ചേക്കുന്ന ഭൂമിയുടെ ഇക്വേറ്ററിലെ ഡയമീറ്റർ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 4320 കിലോമീറ്ററാണ്. എററ്റോസ്തനസ് അന്ന് വെറും
ഈ പറഞ്ഞ പോലെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് 4030 എന്നുള്ള ഫിഗറിലേക്ക് എത്തി. പക്ഷേ അതൊക്കെ അതേസമയത്ത് തന്നെ ഹിപ്പാർക്കസ് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന സ്റ്റാറുകളുടെ എല്ലാം ഒരു ഡേറ്റ, ഒരു കാറ്റലോഗ് രൂപത്തിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അടുത്തത് നമ്മൾ ശാസ്ത്രത്തെ നൂറ്റാണ്ടുകളോളം ഒരു പുരോഗതി ഇല്ലാതെ നിർത്തിയ അതിന് കാരണമുള്ള മനുഷ്യനാണ് നമ്മൾ പോകുന്നത്. ടോളമി എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. നമ്മൾ ജനറലി ടോളമി എന്ന് പറയുന്ന ആളിനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജിയോസെൻട്രിസം സോൾഡിഫൈൻ, അതായത് അരിസ്റ്റാർക്കസിൻ്റെ തിയറിയും ആർക്കിമിഡിസിനെയും എല്ലാവരെയും തഴഞ്ഞുകൊണ്ട് ജിയോസെൻട്രിസം പിന്നീട് ഒരു 1500 വർഷത്തേക്ക് അതിനെ അങ്ങ് സോൾഡിഫൈ ചെയ്തതിന് കാരണക്കാരനായ മനുഷ്യനാണിത് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആൾമജസ് എന്ന പുസ്തകത്തിൽ അത് 13 ബുക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു പുസ്തകമാണ്. അന്ന് വരെയുള്ള എല്ലാ അറിവും കോഡിഫൈ ചെയ്ത് ഒറ്റ ബുക്കിലാക്കിയതാണിത്. പക്ഷേ എന്താ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ പോലെ സയൻസിനെ ഒരുപാട് പിന്നോട്ട് ആക്കിയ ഒരു ബുക്കാണത്. അദ്ദേഹം അരിസ്റ്റോട്ടലിൻ്റെ അതേ കൺസെപ്റ്റ്, അരിസ്റ്റോട്ടലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ടോളമിയുടെ തിയറീസ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റാർക്കസ് മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് റെട്രോഗ്രേഡ് മോഷൻ. അതൊരു സൂര്യനല്ല ഭൂമിയല്ല കേന്ദ്രം, സൂര്യനാണ് കേന്ദ്രം എന്നുള്ളത് ഏറ്റവും വലിയ തെളിവായിരുന്നു അരിസ്റ്റാർക്കസ് മുന്നോട്ട് വെച്ച റെട്രോഗ്രേഡ് മോഷൻ എന്ന്. അതായത് ഈ കാണുന്നത്, അതായത് ചില സമയത്ത് ഭൂമി ഇന്നത്തെ ആക്ച്വൽ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമി കഴിഞ്ഞൊരു ഗ്രഹം ഇപ്പോൾ ചൊവ്വ, ഉദാഹരണത്തിന് ചൊവ്വ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളതിൻ്റെ മോഷൻ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നോട്ട് പോയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതാണ് കാണാം. ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാറെ പോയി ഒരു വേറെ വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന മൊമെൻറ്റിൽ മറ്റേ സൈഡിലേക്ക് വണ്ടി ഒന്ന് പുറകോട്ട് വലിയതായിട്ട് നമുക്ക് തോന്നും. പിന്നെ നമ്മൾ മുന്നോട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആ ഒരു ഓവർടേക്കിംഗ് മൊമെൻറ്റിൽ മറ്റേ വണ്ടി നമുക്ക് പുറകോട്ടൊന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ടോളമി ഇത് വളരെ ബ്രില്യൻ്റായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. ഭൂമിയാണ് കേന്ദ്രം തന്നെ സ്ഥാപിച്ചു. ഇതാണ് ഈ പിക്ചർ കാണിക്കുന്നതാണ് യഥാർത്ഥ സംബന്ധിച്ച്. ഇപ്പോൾ ഒരു ഭൂമിയും ഇത് ചൊവ്വയും ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ റീസൺ. ടോളമി ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസൈക്കിൾസ് എന്നതിൻ്റെ പുതിയ കൺസെപ്റ്റിലേക്ക് അദ്ദേഹം എന്നോട് ഈ ഫിഗറിൽ കാണുന്ന പോലെ, അതായത് ഭൂമി തന്നെയാണ് കേന്ദ്രം, ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഒരു വേറെ സർക്കിൾ, അതിനൊപ്പം തന്നെ ഒരു സർക്കുലർ മോഷൻ, അതായത് ഒരു സെക്കൻഡറി സർക്കുലർ മോഷൻ കൂടെ ഉണ്ട്. അത് വെച്ച് ഈ റെട്രോഗ്രേഡ് മോഷൻ പുഷ്പം പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. അദ്ദേഹം ഭൂമിയെ തന്നെ വീണ്ടും തിരിച്ച് കേന്ദ്രമായിട്ട് സ്ഥാപിക്കുകയാണ് ഇതിലൂടെ. ഇത് ശാസ്ത്രത്തെ പിന്നോട്ടടിച്ചെങ്കിൽ ഒരു യൂണിവേഴ്സിന് ആദ്യമായിട്ടൊരു മാത്തമാറ്റിക്കൽ മോഡൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ നമ്മുടെ ഇന്ന് സയൻറ്റിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നൊരു രീതി, അതായത് സേവ് ദ ഫിനോമിന. അതായത് നമുക്കൊരു തിയറിക്ക് ഒരു റോഡ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തിയറി ഉപയോഗിച്ച് എന്തായാലും ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തിയറിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് തെളിവുകൾക്ക് അനുകൂലമാണോ എന്ന് നമ്മൾ നോക്കും. ഇന്നും എല്ലാ തിയറികളും വർക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. തിയറിയിൽ നമ്മൾ മോഡിഫൈ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറി എടുത്തു. നമ്മൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, അത് നിരീക്ഷണങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നില്ല, നമ്മൾ ആ തിയറിയിൽ മാറ്റങ്ങൾ വരുത്തും. അദ്ദേഹം ചെയ്ത ഈ കാര്യമാണ് ഇത് സയൻസിനെ സംബന്ധിച്ച് വൻ പുരോഗതിയാണ്. സയൻസിനെ ഒരു രീതിയിൽ പിന്നോട്ടടിച്ചെങ്കിലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മുടെ എക്കാലത്തേക്ക് നമ്മളെ സയൻസിനെ മാറ്റിമറിച്ചതാണ്. അദ്ദേഹം ഇത് ബ്രില്യൻ്റായിട്ട് ഭൂമിയെ തിരിച്ച് സെൻറ്ററിലേക്ക് സ്ഥാപിക്കുകയാണ് ചെയ്തത് ഇതിലൂടെ. അതിനുശേഷം ഇത് ഇപ്പോൾ ടോളമിയുടെ കാലം എന്ന് പറഞ്ഞാൽ AD 2-ാം നൂറ്റാണ്ടാണ്. അതിനുശേഷം അലക്സാണ്ട്രിയ കത്തി, റോമൻ കൾച്ചർ കൊളാപ്സ്, ഡാർക്ക് ഏജസിൽ ലോകം ഡാർക്ക് ഏജസിലേക്ക് കയറി. റോമൻ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ കൾച്ചർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തത്. അതിൻ്റെ ഈസ്റ്റേൺ ഭാഗമാണ് കൊളാപ്സ് ആയത്, വെസ്റ്റേൺ ഭാഗമാണ് കൊളാപ്സ് ആയത്. ഈസ്റ്റേൺ ഭാഗം ബൈസന്റൈൻ എംപയർ എന്ന രീതിയിൽ വീണ്ടും ഒരു 1000 വർഷം കൂടെ സർവൈവ് ചെയ്തു. അലക്സാണ്ട്രിയ ബേൺ ചെയ്ത് പൊതുവെ ഹിസ്റ്റോറിയൻസ് പറയുന്നത് നമ്മുടെ ചരിത്രത്തെ 1000ഓളം വർഷം പിന്നോട്ടടിച്ചെന്നാണ് പറയുന്നത്. ഡാർക്ക് ഏജസിലേക്ക് കയറി. റോമൻ കാത്തലിക് ചർച്ച് നമ്മുടെ മെയിൻ പ്രധാന ഇന്നത്തെ പ്രോഗ്രാമിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രധാന വില്ലനായ സയൻസിൻ്റെയും അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടോളമിയുടെ തിയറീനെ എടുത്തു. അത് അവരൊരു ഫണ്ടമെൻ്റൽ ഡോക്ട്രൈനായിട്ട് എടുത്തു. അത് കാരണം എന്താ വെച്ചാൽ ഭൂമി പരന്നാണെന്ന് ബൈബിളിലും ഖുറാനിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ടോളമിയുടെ തിയറി പ്രകാരം ഭൂമി ഉരുണ്ടാൻ, എന്നാലും ഭൂമി മാറ്റമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റിൽ, അതുകൊണ്ട് തന്നെ അവർ ടോളമിയുടെ കൺസെപ്റ്റിനെ അവർ അക്സെപ്റ്റ് ചെയ്തു. വീണ്ടും അടുത്തൊരു 1500 വർഷം അല്ലെ 1000 വർഷം ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. മാറ്റങ്ങൾ വരാൻ അതിനാണ് നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത്. ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, റോമൻ എംപയർ കൊളാപ്സ് ചെയ്തു. അതിൻ്റെ ഈസ്റ്റേൺ ഭാഗം ബൈസന്റൈൻ എംപയർ എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് ഇസ്ലാം ഉത്ഭവിച്ചു. ഇന്ത്യയിലാണെങ്കിലും
ഇതുപോലെ ഒരു അൺസ്റ്റെബിലിറ്റിയുടെ കാലമായിരുന്നു ആ ഒരു കാലം എന്ന് പറയാം. ഗുപ്താസിൻ്റെ പീരീഡ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഹൂൺസിൻ്റെ അറ്റാക്ക് ഉണ്ടായി. ഇന്ത്യയിൽ ഒരു സ്റ്റേബിളായിട്ട് ഒരു കിങ്ഡം എന്ന് പറയുന്ന അന്നത്തെ കാലത്തില്ല. നമുക്കറിയാം കനോജ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രകൂടാസ്, ഗുർജറ പ്രതികാരസ് എന്നൊക്കെ പറഞ്ഞ് ഒരു അൺസ്റ്റെബിലിറ്റിൻ്റെ കാലമാണ് ഇന്ത്യയിൽ പോലും. പക്ഷേ ഇസ്ലാമിൽ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലം AD 1000 അടുത്തോടു കൂടി അവിടെയുണ്ട്. അതും പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായ ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇസ്ലാമിക് വേൾഡിലേക്ക് പോകാനുള്ള സമയമില്ല. അതിനുശേഷം മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത തുടങ്ങിയ ട്രാവലേഴ്സ് വരാൻ തുടങ്ങി. അവർ ലോകം കണ്ടു. അങ്ങനെ അവരുടെ പുസ്തകങ്ങൾ പരിചയം, അത് യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. അങ്ങനെ ആൾക്കാർ വീണ്ടും പതുക്കെ ഈ ഡാർക്ക് ഏജസിൽ നിന്നും കയറി വന്നു. അങ്ങനെ നമ്മളൊരു 1000 വർഷം മുന്നോട്ട് പോവാണ്. 1453 ഇത് 1453 എന്ന് പറഞ്ഞത് ദി സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ് ഇൻ മോഡേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നടന്ന വർഷമാണിത്. ആർക്കെങ്കിലും പറയാമോ ഇത് ഈ വർഷം എന്താ സംഭവിച്ചതെന്നുള്ളത്? കാരണം കോൺസ്റ്റാന്റിനോപ്പിൾ, ഓട്ടോമൻസ് ക്യാപ്ചറിങ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ സെൻട്രൽ കാണുന്ന സിറ്റി, അതായത് അന്നത്തെ ബൈസൻ്റൈൻ എംപയറിൻ്റെ ക്യാപിറ്റലാണ് ഇന്ന് ഇൻസ്റ്റാമ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലം. ആദ്യം ബൈസാൻഡിയം എന്നായിരുന്നു പേര്. അത് റോമൻ എംപയർ കൊളാപ്സായി. അതിനുശേഷം കോൺസ്റ്റൻറ്റൈൻ എംപയറിൻ്റെ പേരിൽ ബഹുമാനാർത്ഥം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് വന്നു. ഇന്നിപ്പോൾ ഓട്ടോമൻസ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഇസ്റ്റാമ്പിൾ എന്നായി. ഈ സിറ്റി എന്ന് പറയുന്നത് ഇന്നും ലോകത്തിലെ സ്ട്രാറ്റജിക്കലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോക്ക് പോയിൻറ്റ് അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്നത് ഇസ്റ്റാമ്പിളാണെന്നും. കാരണം 2014 ഇപ്പോൾ ഒരു റഷ്യ ക്രൈമിയ അനക്സ് ചെയ്തെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് കാരണം റഷ്യൻ എംപയറിലെ പുറം ലോകത്തേക്കുള്ള ഒരു എക്സിറ്റാണ് ആ ഒരു സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. കാരണം വിൻ്റർ സീസൺ വരുമ്പോഴത്തേക്കും വാം വാട്ടർ പോർട്ട്സൊക്കെ ഫ്രീസായി കഴിഞ്ഞാൽ റഷ്യയുടെ പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് എന്ന് പറയുന്നത്, അതായത് റഷ്യയെ സംബന്ധിച്ച് സെൻറ്റ് പീറ്റേഴ്സ്ബർഗും വ്ളാഡിവോസ്റ്റോക്ക് തുടങ്ങിയ പോർട്ട്സൊക്കെ വിൻ്ററിൽ ഫ്രീസാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് പുറം ലോകമായിട്ട് എന്തെങ്കിലും ഒരു ട്രേഡാണെങ്കിലും ശരി, യുദ്ധമാണെങ്കിലും സെക്യൂരിറ്റി റീസൺസ് ആണെങ്കിലും പുറത്തേക്കുള്ള ആക്സസ് ഇല്ലാത്തൊരവസ്ഥയും. അപ്പോൾ അവർക്ക് ആക്സസ് എന്ന് പറയുന്ന ഒരേ ഒരു എക്സിറ്റ് പോയിൻ്റാണ് ഈ കാണുന്ന ഇസ്റ്റാമ്പിളിലൂടെ ഉള്ളൊരു. സോ ഓട്ടോമൻസ് ക്യാപ്ചർ ചെയ്ത് 1453 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കേട്ടത് സിൽക്ക് റൂട്ട് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അവന്മാർ നൈസായിട്ട് അങ്ങ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും ഇറ്റലി വെനീസിലൂടെ ആയിരുന്നു ട്രേഡെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഈ സിൽക്ക് റൂട്ട് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും പുതിയ നമുക്ക് ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ പുതിയ റൂട്ട്സിൻ്റെ ആവശ്യം വേണ്ടി വന്നു. അങ്ങനെയാണ് സ്പെയിനിലും പോർച്ചുഗലിലുള്ള കിങ്ഡംസ് മുൻകൈ എടുത്ത് എക്സ്പ്ലോറേഷൻസിലേക്ക് മനുഷ്യനെ വിടുന്നത്. അങ്ങനെയാണ് വാസ്കോ ഡ ഗാമയും കൊളംബസൊക്കെ അവിടെ നിന്ന് തുടങ്ങുന്നത്. ബെർത്തലോമേ ഡേവിസ്, ഗുഡ് ഹോപ്പ്, മുനമ്പ് ചുറ്റിയ കാര്യവും ഒക്കെ നമുക്കറിയാവുന്നവരാണ്. അതുകൂടാതെ ആ സമയത്ത് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ച്, ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്, എന്നാൽ പോലും പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ച് ഏകദേശം ഒരേ സമയത്താണ്. മതം വളർത്താനും സയൻസ് വളർത്താനും തുല്യമായിട്ട് ഉപകരിച്ച സാധനമാണ് പ്രിൻറ്റിംഗ് പ്രസ്. അതുകൂടാതെ പറയാതിരിക്കാൻ ഒരു കാര്യമാണ്, പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റ്സിൻ്റെ തുടക്കകാലം കൂടിയായിരുന്നു. അതായത് ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1517 മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റ് അതിൻ്റെ തുടക്കമാണ്. സോ ലോകം മൊത്തം പുതിയൊരു ഫേസിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയമാണത്. അതിൻ്റെ കൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ വരവ്. കോപ്പർനിക്കസ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് കേന്ദ്രമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളൊന്നുമല്ല. പക്ഷേ അത് വ്യക്തമായിട്ട് പബ്ലിഷ് ചെയ്യാനും അത് സ്ഥാപിച്ചെടുക്കാൻ, ഒരു സൊസൈറ്റിയിൽ ഒരു ഇളക്കം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു 1500 വർഷത്തിനിടയിൽ സാധിച്ച ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് നിക്കോളാസ് കോപ്പർനിക്കസിനെ നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ഇദ്ദേഹമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചർച്ച് തന്നെ സ്പ്ലിറ്റായി അവരുടേതായ പ്രശ്നങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം വരുന്നത്. അതും ഇദ്ദേഹത്തിൻ്റെ തിയറീസ് പബ്ലിക്കിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ജനങ്ങളുടെ ഭാഷയിലാണ്, ഇദ്ദേഹം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള പല ആൾക്കാരും ലാറ്റിൻ വിട്ട് കോമൺ ലാംഗ്വേജിലാണ് ഇവരൊക്കെ സംസാരിച്ചിരുന്നത്. അദ്ദേഹം ഭൂമിയെ മാറ്റി സൂര്യനെ സ്ഥാപിച്ചപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ ഫിസിക്സിനെ സംബന്ധിച്ച് ഇതൊരു നിസ്സാര കാര്യമാണ്. ഒരു ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പുതിയൊരു തിയറി എന്നതിലുപരി ഇതിനെ മാനസികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭൂമിയെ മാറ്റി സൂര്യനെ ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സൃഷ്ടിയും നമ്മൾ ഈ കാണുന്ന എല്ലാത്തിൻ്റെയും സൃഷ്ടിയും ഇതിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിയുടെ ആധികാരികതയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ടോളമി ഇപ്പോൾ എപ്പിസൈക്കിൾ എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു റെട്രോഗ്രേഡ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലൊരു തിയറി എന്നതിലുപരി
ഭൂമിയെ എടുത്ത് സെൻറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. മനുഷ്യനെന്ന് പറഞ്ഞ ജീവിയുടെ ആധികാരികതയാണ്, മനുഷ്യനൊന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ അവിടെയാണ് അതാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പുതിയൊരു ഇറ തുടങ്ങുകയാണ് അവിടെ. പക്ഷേ കോപ്പർനിക്കസും എന്താണ് പ്ലേറ്റോയുടെ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പെർഫെക്റ്റ് സർക്കുലർ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞ അതേ കൺസെപ്റ്റ് അതേപടി പിന്തുടരുന്നു. ഇത് ടോളമിയുടെ മോഡലാണ്, ഭൂമിയാണ് സെൻറ്ററിൽ, ഇതുപോലെ എപ്പിസൈക്കിൾസ് ഉണ്ട് ബാക്കി. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർനിക്കസിന് തൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ നിരീക്ഷണങ്ങളുമായിട്ട് ഇത് പൊരുത്തപ്പെടാതെ വന്നു. പക്ഷേ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ടോളമി ചെയ്ത പോലെ തന്നെ വീണ്ടും ഈ എപ്പിസൈക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം നിരീക്ഷണങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് മാത്രം നമ്മുടെ നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകാശത്ത് അനങ്ങുന്ന വസ്തുക്കൾ, അവയുടെ ചലനം വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മോഡലിനും പറ്റിയെന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് അദ്ദേഹത്തിൻ്റെ മോഡൽ ഡെവലപ്പ് ചെയ്ത് വന്നു. അവസാനം ടോളമിയുടെ മോഡലിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി പുള്ളിയുടെ മോഡൽ. കാരണം അദ്ദേഹത്തിന് ടോളമിക്ക് കുറച്ച് എപ്പിസൈക്കിൾസ് മാത്രമേ ആഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷേ എങ്കിൽ കോപ്പർനിക്കസിന് എപ്പിസൈക്കിൾസ് മാത്രമല്ല ഡിഫറൻസ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ കൺസെപ്റ്റുകൾ അതിലേക്ക് ആടേണ്ടി വരും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണും. അടുത്താണ് ടീക്കോ ബ്രാഹെ എന്ന് പറഞ്ഞത് നമ്മുടെ അസ്ട്രോണമി ആദ്യത്തെ ഫസ്റ്റ് ട്രൂ ഒബ്സർവർ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ടല്ലാതെ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് വളരെ വ്യാപകമായിട്ട് ആകാശത്തെ സ്കാൻ ചെയ്ത് പഠിച്ച ഒരു ആദ്യത്തെ മനുഷ്യൻ, മോഡേൺ ഹിസ്റ്ററിയിലെ ആദ്യത്തെ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ്. അദ്ദേഹം സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ദൂരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കൂട്ടി കറക്റ്റായിട്ട് ഇതാണ് അദ്ദേഹം ഇതേ ചെയ്തതെന്ന് വെച്ചാൽ ജിയോ ഹീലിയോ സെൻട്രിക് മോഡൽ. അതായത് സൂര്യന് ചുറ്റുമാണ് പ്ലാനറ്റ്സ് എല്ലാം കറങ്ങുന്നത്, പക്ഷേ സൂര്യൻ ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് എന്നുള്ളൊരു കോംപ്രമൈസ് തിയറിയിലേക്കാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഈ കാണുന്ന പോലെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ് തിയറി എന്നുള്ളതിലപ്പുറത്ത് ആ നീല ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്ന പോലെ, അതായത് ഭൂമി അനങ്ങുക എന്ന് പറയുന്നത് അന്നും ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു സാധാ ചിന്തകനെ സംബന്ധിച്ച് നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. കാരണം എറട്ടോസ്തനസ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ച് നമുക്ക് ഭൂമിയുടെ വോളിയം കണ്ടുപിടിക്കാം. ഭൂമിയുടെ ഒരു സാധാരണ വോളിയം, പാറയുടെ ഡെൻസിറ്റി ഉപയോഗിച്ച് ഭൂമിക്ക് എന്ത് ഭാരം വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും ഭാരമുള്ള ഈ വസ്തു എങ്ങനെയാണ് അനങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിനെ ആരാണ് അനക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഒരു മതവിശ്വാസി അല്ലാത്തൊരു ചിന്തകന് പോലും സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ തിയറിയിലെത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു കെപ്ലർ. അപ്പോൾ ഇദ്ദേഹമാണ് ഈ നൂറ്റാണ്ടുകൾ ഈ എപ്പിസൈക്കിളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് അദ്ദേഹം എന്താ ചെയ്യുന്നത്, അടുത്ത റെവല്യൂഷണറി കൺസെപ്റ്റ്, അതായത് ഈ പ്ലേറ്റോയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ ജോമെട്രിയുടെ ഉള്ള സ്നേഹം, അതായത് ഈ പെർഫെക്റ്റ് സർക്കുലർ ഓർബിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് എലിപ്സസ്, അതായത് ആക്ച്വലി പ്ലാനറ്റ്സ് എല്ലാം മൂവ് ചെയ്യുന്നത് എലിപ്സസിലാണെന്നുള്ള തിയറി ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് കെപ്ലറാണ്. ശരിക്കും ഈ പടത്തിൽ കാണുന്ന പോലെ കെപ്ലർ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ആണെന്നുള്ള അതങ്ങ് സ്ഥാപിച്ചതുകൂടി ഈ അതായത് നമ്മുടെ എല്ലാ മോഷൻസിനെ നമുക്ക് ഒരു പരിധി വരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. മാത്രമല്ല എപ്പിസൈക്കിൾസിൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റം മോഡലിലേക്ക് നമ്മൾ എത്തുകയാണ്. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി. അദ്ദേഹം നിരീക്ഷണങ്ങളിലൂടെ മാത്രം കണ്ടുപിടിച്ച ലോ ആണത്. അതായത് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ചാർട്ട് വരയ്ക്കുക, XY പ്ലോട്ട് ചെയ്യുക, ആ രീതിയിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത പരീക്ഷണങ്ങളിലൂടെ മാത്രം അദ്ദേഹം എത്തിയ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എല്ലാ പ്ലാനറ്റ്സും എലിപ്റ്റിക്കൽ ഓർബിറ്റ്സിലാണ് റിവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫോക്കസിലായിരിക്കും സൂര്യൻ. രണ്ടാമത്തെ ലോ അതിൻ്റെ സ്പീഡിനെ സംബന്ധിച്ചാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടാമത്തെ ലോ പിന്നീട് ആവശ്യം വരും. അതായത് സൂര്യ അല്ലെങ്കിൽ അതിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിനോട് അടുക്കുമ്പോൾ വേഗം കൂടും, അകലുമ്പോൾ വേഗം കുറയും എന്നുള്ളതാണ് രണ്ടാമത്തെ തരം. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് അതിൻ്റെ സമയത്തിനെ പറ്റിയാണ്. അടുത്ത ഗലീലിയോ. കെപ്ലർ ഇതെല്ലാം സ്ഥാപിച്ചെടുത്തു പക്ഷേ കെപ്ലർക്ക് ഒരു കുഴപ്പമെന്നാൽ കെപ്ലർക്ക് ടെലിസ്കോപ്പ് ഇല്ലായിരുന്നു. ഗലീലിയോയും കെപ്ലറും ഏകദേശം ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. ഗലീലിയോയ്ക്ക് ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ഗലീലിയോ അല്ല. ഗലീലിയോയോട് കെപ്ലർ ടെലിസ്കോപ്പ് ആവശ്യപ്പെട്ടെന്നും അത് ഗലീലിയോ കൊടുത്തില്ലെന്നൊക്കെ ഉള്ള കഥകളൊക്കെ ഉണ്ട്. കെപ്ലർ ഈ അവതരിപ്പിച്ച തിയറി ഇതെല്ലാം സത്യമാണോ എന്ന് ആരെങ്കിലും ഒരാൾ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തണമെന്ന് അതിനുള്ള നിയോഗം ഗലീലിയോയ്ക്കായിരുന്നു. ഈ കാണുന്നതാണ് ഗലീലിയോ, ഫാദർ ഓഫ് ഒബ്സർവേഷണൽ അസ്ട്രോണമി, ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ്, ഫാദർ ഓഫ് ദ സയൻറ്റിഫിക് മെത്തേഡ്, ഫാദർ ഓഫ് ദ മോഡേൺ സയൻസ്. ഇതെല്ലാം ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്ന മനുഷ്യൻ. അദ്ദേഹം യൂസ് ചെയ്തത് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പാണ്. അതായത് ആ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിനൊരു കുഴപ്പം, ഈ പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അത് സ്പ്ലിറ്റ് ആവുമല്ലോ. അപ്പം പല കളേഴ്സായിട്ട് ആ തരത്തിലുള്ള ടെലിസ്കോപ്പായിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്.
അദ്ദേഹം എടുത്ത് ദൂരക്കളഞ്ഞാണ് പ്ലേറ്റോയുടെ പെർഫെക്റ്റ് യൂണിവേഴ്സ്, അതായത് സ്വർഗത്തിലുള്ള ഒരു വസ്തുവിനും അനക്കമില്ല എന്നുള്ള കൺസെപ്റ്റ് എന്നേക്കുമായി എടുത്തു കളഞ്ഞ എലിപ്സസ് എന്നുള്ള കൺസെപ്റ്റ് കെപ്ലർ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അത് നിരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്തത് ഗലീലിയോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ റീച്ചിന് വിട്ട്, അതായത് സ്വർഗത്തിലുള്ള വസ്തുക്കൾക്ക് അനക്കമുണ്ടെന്നും അവിടെ നല്ല പെർഫെക്റ്റ് അല്ല എന്നുള്ള അദ്ദേഹം നിരീക്ഷണങ്ങളോട് തെളിയിച്ചു. വ്യാഴത്തിന് ഉപഗ്രഹങ്ങളുണ്ടെന്ന് തെളിയിച്ചു. ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഇനേഷ്യ പ്രിൻസിപ്പിൾ. അടുത്ത നമ്മൾ ഐസക് ന്യൂട്ടനിലേക്ക് എത്തുന്നു. ന്യൂട്ടനെക്കുറിച്ച് ചെറിയ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ന്യൂട്ടനെക്കുറിച്ച് തന്നെ ഒരു സെമിനാർ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നു. അനുപേണ്ണ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അദ്ദേഹം ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, ലോസ് ഓഫ് മോഷൻ, ഗലീലിയോയുടെ നിരീക്ഷണങ്ങളിലെ കുറച്ചുകൂടെ ഉറപ്പിച്ചു. അതായത് കെപ്ലറുടെ 3 നിയമങ്ങളും ഒരൊറ്റ നിയമത്തിൽ ഒതുക്കുക എന്നുള്ളതായിരുന്നു ന്യൂട്ടൺ ചെയ്ത കാര്യം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അതിന് സമാനം ലോകത്തെ മാറ്റിമറിച്ച 3 പുസ്തകങ്ങളിലൊന്നാണിത്. ഒന്ന് യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ്, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, പിന്നെ ഒന്ന് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇതിന് സമാനമായ 3 പുസ്തകങ്ങൾ വേറെയില്ല. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട യൂണിവേഴ്സൽ ലോ. ഈ യൂണിവേഴ്സൽ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ വേറെ നിയമവും സ്വർഗത്തിൽ വേറെ നിയമവും എന്നാണ് അതുവരെയുള്ള കാഴ്ചപ്പാട്. ഇവിടുത്തെ അതേ നിയമങ്ങൾ തന്നെയാണ് എല്ലാ വസ്തുക്കളും പാലിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ന്യൂട്ടൺ നമ്മളെ കൊണ്ടുപോയത്. അടുത്ത നമ്മൾ പറയാനുള്ള കാര്യം മാത്തമാറ്റീഷ്യൻസിൻ്റെ അന്നത്തെ കാലത്ത് അതിനുശേഷം ഒരുപാട് മാത്തമാറ്റീഷ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഫൊറിയറും ലാപ്ലേസും അല്ലെങ്കിൽ ടൈലറും ഗോസും ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ. പൊതുവേ നമ്മൾ അസ്ട്രോണമി പഠിക്കുമ്പോൾ നമ്മൾ ഇവരെക്കുറിച്ച് ആലോചിക്കാറില്ല. അല്ലെങ്കിൽ ന്യൂട്ടൺ ബൈനോമിയൽ തിയറം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരു സയൻസും ഇല്ല. കാൽക്കുലസ് ലെബിനിസും ന്യൂട്ടൺ ചെയ്യാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വേറൊരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യില്ല. അല്ലെങ്കിൽ ഓയിലറിൻ്റെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ആശയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പോൾ കുറേ ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞ് 20ാം നൂറ്റാണ്ടിലേക്ക് എത്തുവാണ്. ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു 1915. ഐൻസ്റ്റീൻ ചെയ്ത ഗ്രാവിറ്റി എന്താണ്, അല്ല ഗുരുത്വാകർഷണം എന്താണെന്ന് ആദ്യമായിട്ടൊരു ഡെഫിനേഷൻ കൊടുത്തത് ഐൻസ്റ്റീനാണ്. ന്യൂട്ടൺ ആണെങ്കിൽ പോലും ഗുരുത്വാകർഷണത്തിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തെങ്കിലും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ള അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് ദൈവത്തിൻ്റെ കഴിവായിട്ട് തന്നെയാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. ഗുരുത്വാകർഷണം എന്താണെന്നുള്ളത് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് ഐൻസ്റ്റീനാണ്. എങ്ങനെയാണോ കോപ്പർനിക്കസ് ടോളമീനെ മറിച്ചിട്ട്, അല്ലെങ്കിൽ കോപ്പർനിക്കസിനെ കെപ്ലർ മറിച്ചിട്ടു, അല്ലെങ്കിൽ ഇങ്ങനൊരു ന്യൂട്ടനെ മറിച്ചിട്ട ഒരാളാണ് ഐൻസ്റ്റീൻ. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സ്പേസിനെക്കുറിച്ചും ടൈമിനെക്കുറിച്ചുള്ള എല്ലാ കൺസെപ്റ്റും മാറ്റിമറിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905 വന്നു. 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നു. ഗുരുത്വാകർഷണം എന്താണെന്ന് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തു. കംപ്ലീറ്റ് ഷിഫ്റ്റ് ഫ്രം ന്യൂട്ടോണിയൻ വ്യൂ. അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞൊരു ബലമല്ല, അത് മാസമുള്ള ഏത് വസ്തുവും അതിൻ്റെ ചുറ്റുമുള്ള സ്പേസിനെ വളയ്ക്കും. ആ ഒരു കർവേച്ചർ തന്നെയാണ് ഗ്രാവിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് ഐൻസ്റ്റീൻ്റെ തിയറി. അത് ഒരുപാട് വിപ്ലവകരമായ പ്രവചനങ്ങൾക്കും തിയററ്റിക്കലായിട്ട് തന്നെ നമ്മൾ ഇന്നവരെ കേട്ടുകേൾവിയില്ലാത്ത, യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഐൻസ്റ്റീൻ അവതരിപ്പിച്ചത്. ഗ്രാവിറ്റേഷണൽ ലെൻസിങ്, അതായത് ഈ സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ എന്തിനേയും വളയ്ക്കും എന്നുള്ള, അതായത് ലൈറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഗുരുത്വാകർഷണം കർവ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഐൻസ്റ്റീൻ ആദ്യമായിട്ട്. അതായത് സ്പേസ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത, സ്പേസും ടൈമും ഒരു നിരീക്ഷകനെ സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമായിട്ടായിരുന്നു ന്യൂട്ടൺ മുതലുള്ള, അല്ലെങ്കിൽ ഐൻസ്റ്റീന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ. ആ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വ്യൂ അങ്ങനെയായിരുന്നു. അത് തന്നെ എന്നത്തേക്ക് ഒരു മാറ്റിമറിച്ചാണ് ഐൻസ്റ്റീൻ. നമ്മളുടെ കാര്യം എങ്ങനെയാണ് ഒരു സോളാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? കെപ്ലേഴ്സ് ലോ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സൂര്യനിൽ നിന്നും അകലും തോറും അടുത്തുള്ള പ്ലാനറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വേഗത്തിൽ റിവോൾവ് ചെയ്യുന്നത്. ഈ പടത്തിൽ കാണുന്ന പോലെ മെർക്കുറി ആയിരിക്കും ഏറ്റവും സ്പീഡ് കറങ്ങുന്നത്, എന്നാൽ വീനസ് ആയിരിക്കും അതിന് കഴിഞ്ഞ് കുറച്ചുകൂടെ സ്പീഡ് കുറവായിരിക്കും, ഭൂമിക്ക് സ്പീഡ് കുറവായിരിക്കും. ഇത് കെപ്ലർ സെക്കൻഡ് ലോ ആണ്. എന്നാൽ നമ്മളടുത്ത ഒരു ഗാലക്സിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ഗാലക്സിയിൽ എങ്ങനെയായിരിക്കും സ്റ്റാറുകൾ? ഏതൊരു ഗാലക്സി എടുത്താലും സെൻറ്ററിലൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു മെയിൻ ഗ്രാവിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ബേസിക് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഗാലക്സിയുടെ ഔട്ടർ റീജിയൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്ലൂട്ടോ എങ്ങനെ സ്ലോ ആവുന്നു, അല്ലെങ്കിൽ നെപ്റ്റ്യൂൺ എങ്ങനെ സ്ലോ ആവുന്നു, അതുപോലെ തന്നെ എന്താണ് ഔട്ടർ റീജിയൻസിലുള്ള സ്റ്റാർസ് വളരെ സ്ലോ ആയിട്ട് റിവോൾവ് ചെയ്യേണ്ടതായിട്ട് അവിടെ നമ്മൾ കെപ്ലർ സ്ലോ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഇവിടെയാണ് നമ്മളത് വീണ്ടും വേരാ റൂബിനിലേക്ക് എത്തുകയാണ്. വേരാ റൂബിൻ റിസർച്ചിൽ കണ്ടുപിടിച്ച, അല്ല അദ്ദേഹത്തിന് കിട്ടിയ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റൊട്ടേഷൻ കർവ്.
ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗാലക്സി റൊട്ടേഷൻ, അതായത് നമ്മൾ മിൽക്കി വേ ഉൾപ്പെടെയുള്ള നമ്മുടെ ഗാലക്സി ഉൾപ്പെടെയുള്ള ഏതൊരു ഗാലക്സി എടുത്താലും നമ്മുടെ സോളാർ സിസ്റ്റങ്ങളിൽ കാണുന്നത് പോലല്ല ഒരു ഗാലക്സിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഒരു ഗാലക്സിയുടെ സെൻട്രലുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് അടുത്തുള്ള ഒരു സ്റ്റാർ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും ഔട്ട്സ്കേർട്സിലുള്ള ഒരു സ്റ്റാറും അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഇതിൻ്റെ സെൻറ്ററിനെ ചുറ്റും കറങ്ങുന്നത്. അതായത് നമ്മൾ സാധാരണ ഗുരുത്വാകർഷണ നിയമം വെച്ച് നോക്കുമ്പോൾ ഇതിനെ പിടിച്ചു നിർത്താനുള്ള ഗുരുത്വാകർഷണ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അത്രയും വെലോസിറ്റിയിൽ ഇത് കറങ്ങാൻ ഇതിന് അനുവദിക്കുന്നില്ല. ഇന്ന് ഗാലക്സി റൊട്ടേഷൻ പ്രോബ്ലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഒരു ഡിസ്ക് പോലെ ആയിരിക്കും ഇത് കറങ്ങുന്നത്, ഒരൊറ്റ ഡിസ്ക് പോലെ. ഏറ്റവും അടുത്തുള്ള വസ്തുവും ഏറ്റവും അകലത്തിലുള്ള വസ്തുവും ഒരേ വെലോസിറ്റിയിൽ ആണ് ഈ സെൻട്രലിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. വേറെ റൂബിന് ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഇത് നേരത്തെ പലരും നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ലോകത്തിൻ്റെ ശ്രദ്ധ അല്ല സയൻറ്റിഫിക് വേൾഡിൽ കാര്യമായിട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വേറെ റൂബിനാണ്. അദ്ദേഹത്തിന് ശേഷം 10,000 കണക്കിന് ഗാലക്സികളെ നമ്മൾ ഇതുപോലെ പഠിച്ചു. ഇതിലെല്ലാം സിമിലർ റിസൾട്ട്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു തുടക്കമിട്ട ആളെന്നുള്ള നിലയിൽ തന്നെയാണ് വേറെ റൂബിനെ നമ്മൾ ഓർമ്മിക്കുന്നത്. പക്ഷേ ഇതിനൊരു നൊബേൽ പ്രൈസ് വേറെ റൂബിന് കിട്ടിയില്ല എന്നുള്ള ഒരു ചരിത്ര സത്യമായിട്ട് അവതരിച്ചിരിക്കുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് പറയുകയാണെങ്കിൽ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, ദർ ഇസ് മോർ മാസ് ഔട്ട് ദർ വിച്ച് വി ഹാവ് ഡിറ്റക്റ്റഡ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കെപ്ലേഴ്സ് ലോയും ജനറൽ റിലേറ്റിവിറ്റി ഒക്കെ തെറ്റാണ്, നമ്മൾ തിയറികൾ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ശാസ്ത്രജ്ഞന്മാരെത്തി. അപ്പോൾ കെപ്ലേഴ്സ് ലോയും ജനറൽ റിലേറ്റിവിറ്റി തെറ്റാണെന്ന് തെളിയിക്കാൻ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ വേറെ തെളിവില്ല. അപ്പോൾ നമ്മൾ എത്തിയൊരു കാര്യമാണ് ഡാർക്ക് മാറ്റർ. അതായത് നമ്മൾ എത്തിയത് ആദ്യത്തെ നിഗമനത്തിലേക്കാണ്. ദർ ഇസ് മോർ മാസ് ഔട്ട് ദർ വിച്ച് വി ക്യാനോട്ട് സീ. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇരുണ്ട ദ്രവ്യം അല്ലെങ്കിൽ ശ്യാമദ്രവ്യം എന്നൊക്കെ പറയാം. അത് വേർഡ്സിന് വലിയ കാര്യമില്ല. ഇത് എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അത് തന്നെയാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ ഫോം ഓഫ് മാറ്റർ. നമുക്കറിയില്ല എന്താണ് അവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ട് ഒരു കാരണവശാലും ഉള്ള ഇൻട്രാക്ഷൻ നമുക്ക് ഒരു രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ പടയുള്ളൊരു നമുക്ക് വഴി എന്ന് പറയുന്നത് അതിന് ഗ്രാവിറ്റേഷണലായിട്ടുള്ള അതിന് ഇൻട്രാക്ഷൻ മാത്രമാണ്. ഇങ്ങനൊരു അല്ലെങ്കിൽ വസ്തു അവിടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ കൂട്ടം എന്താണെന്ന് നമുക്കറിയില്ല. ഉണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഇന്നത്തെ സയൻറ്റിഫിക് വേൾഡ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവം അറിയാം. ഇത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ല. ഇതൊരു സാധാരണ ഒരു ഗാലക്സിയുടെ പടമാണ്. ഈ സെൻട്രൽ കാണുന്നതാണ് നമുക്ക് കാണാവുന്ന നമ്മൾ വിചാരിക്കുന്ന ഗാലക്സി. ഇതിന് ചുറ്റുപാടും കാണിച്ചേക്കുന്ന നീല കളറിൽ കാണിച്ചേക്കുന്ന ഭാഗമാണ് ഡാർക്ക് മാറ്റർ ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഗാലക്സിയുടെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ ഡാർക്ക് മാറ്ററിനുള്ളിലാണ് ഈ ഗാലക്സി ഇരിക്കുന്നത്. അപ്പോൾ ഡാർക്ക് മാറ്റർ ഇല്ല എങ്കിൽ ഗാലക്സിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷൻ നമ്മൾ വിചാരിച്ച പോലെ ആ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഗ്രാവിറ്റേഷൻ സോഴ്സ് ഇങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് സയൻറ്റിഫിക് വേൾഡ് പറയുന്നത്. തെളിവാണ് ഈ കാണിച്ചത്. ഗ്രാവിറ്റേഷൻ ലെൻസിങ്, അതായത് പല ഗാലക്സിയിലേക്കുള്ള ലൈറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ലൈറ്റ് ബെൻഡാവും. അത് ഉപയോഗിച്ചാണ് നമ്മൾ അവിടെയുള്ള മാസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെൻഡിങ് വെച്ച് നമ്മൾ ഇതിവിടെ എത്ര മാസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മുടെ കാൽക്കുലേഷൻസിന് അതീതമായിട്ട് അല്ലെങ്കിൽ 10 മടങ്ങ് അല്ലെങ്കിൽ 5 ഇരട്ടിയൊക്കെയാണ് അവിടെ മാസ് ഉണ്ടാകുന്നതാണ് റിസൾട്ട്സ് വരുന്നത്. ഇൻ കേസ് ഇതിനുള്ള എക്സ്പ്ലനേഷൻ വെച്ചാൽ ഒന്നെങ്കിൽ കെപ്ലേഴ്സ് ലോ തെറ്റാണ്, ജനറൽ റിലേറ്റിവിറ്റി തെറ്റാണ്. അതിനുള്ള തെളിവ് നമുക്ക് വേറെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡാർക്ക് മാറ്റർ ഉണ്ടെന്നുള്ള അസംഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് പല പല ഗാലക്സികളുടെ പിക്ചേഴ്സാണ് ഈ കാണുന്നത്. ഈ ബ്ലൂ കളറിൽ കാണുന്ന എല്ലാം അവിടെ ഡാർക്ക് മാറ്റർ ഉള്ളതായിട്ട് നമ്മൾ ഗ്രാവിറ്റേഷൻ ലെൻസിങ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇതിന് നമ്മൾ ഒരു ടീം ഓഫ് സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ഒരു ഗാലക്സി അവർ സിമുലേറ്റ് ചെയ്തു. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മാസ് മാത്രം വെച്ചുകൊണ്ട് നമുക്കറിയാവുന്ന തെർമോഡൈനാമിക്സിലെയും ഫ്ലൂയിഡ് മെക്കാനിക്സിലെയും അതായത് നമുക്കറിയാവുന്ന എല്ലാ ലോസ് ഉപയോഗിച്ച് അത് ഒരു ഗാലക്സി സ്വയം ഫോം ചെയ്ത് വരുമോ എന്നുള്ള രീതിയിൽ നമ്മൾ സിമുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ ഗാലക്സി ഫെയിൽ ആകുന്നതായിട്ടാണ് കാണിച്ചത്. പക്ഷേ നമ്മൾ നിഗമനത്തിലൂടെ നമ്മൾ എത്തിച്ചേർന്ന ഇത്ര ശതമാനം ഡാർക്ക് മാറ്റർ ഉണ്ട് എന്നുള്ള ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് ആ ഇക്വേഷൻസിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ആ താഴെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഒരു ഗാലക്സി അവിടെ ഫോം ചെയ്ത് വരുന്നത് അതായത് വരുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മൾ ഒരു ടോളമി എപ്പിസൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഈ വെലോസിറ്റി റൊട്ടേഷൻ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഡാർക്ക് മാറ്റർ ഇല്ലെങ്കിൽ ഒരു ഗാലക്സി ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഗാലക്സി cannot take form and evolve. It is inside the clumps of the dark matter web the visible matter get concentrated, thereby making the way for galaxies to form. Dark matter is a skeleton of the universe. ഈ ഡാർക്ക് മാറ്റർ വെബിലാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നോർമൽ മാറ്റർ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെയാണ് ഗാലക്സീസ് ഫോം ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡാർക്ക് മാറ്റർ ഇല്ല, ഗാലക്സീസ് ഇല്ല.
ഗാലക്സീസ് നല്ല ഏജുള്ള ഗാലക്സീസ് ഇല്ലാതെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാകത്തില്ല. സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകത്തില്ല. ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങളില്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല. സോ ഡാർക്ക് മാറ്റർ ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു ഒബ്സർവേഷൻ ഇതിനെപ്പറ്റി പറയാനുള്ളത് ബുള്ളറ്റ് ക്ലസ്റ്റേഴ്സ്. ബുള്ളറ്റ് ക്ലസ്റ്റേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലസ്റ്റർ എന്നുള്ള ഗാലക്സി കൂട്ടങ്ങളെയാണ് ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. സൂപ്പർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ക്ലസ്റ്ററുകളുടെ കൂട്ടങ്ങൾ. ഹൺഡ്രഡ്സ് ഓഫ് ഗാലക്സീസ് ഉണ്ടായിരിക്കും. ഈച്ച് ഓഫ് ഇത് 2 ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള കൊളീഷൻ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ ഫോട്ടോയിൽ കാണുന്ന നീല കളറുള്ള ഭാഗമാണ് ഡാർക്ക് മാറ്റർ, ആ റെഡ് കളറുള്ള ഭാഗം നോർമൽ മാറ്റർ. കൊളൈഡ്, അതായത് നമുക്ക് നമ്മുടെ ഒരു പ്രപഞ്ച സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. 2 ഭാരമുള്ള വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ അവ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. രണ്ടിൻ്റെയും പാത്തിനെ അത് ഡിവൈറ്റ് ചെയ്യപ്പെടും, അന്യോന്യമുള്ള ഇൻട്രാക്ഷൻ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, 2 ക്ലസ്റ്റേഴ്സ് തമ്മിൽ കൂട്ടിയിടിക്കുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനുള്ളിലെ നോർമൽ മാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാവിറ്റേഷണലി അട്രാക്ട് ചെയ്യപ്പെടുന്നു, അവരുടെ പാത്തിൽ വീതി. പക്ഷേ ഈ 2 ക്ലസ്റ്റേഴ്സിലുള്ള ഡാർക്ക് മാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻറ്ററാക്ഷനും ഇല്ലാതെ പാസ് ത്രൂ ഈച്ച് അതർ വിത്ത് നോ ഇൻറ്ററാക്ഷൻ. ഇത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കൺസെപ്റ്റാണ്. അതായത് ഡാർക്ക് മാറ്റർ നോർമൽ മാറ്ററിനെ ഗ്രാവിറ്റേഷണലി ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് നമുക്ക് അറിയാം. എന്നാൽ പോലും ഡാർക്ക് മാറ്റർ തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ഇതിനേക്കാളും വലിയ ഞെട്ടലിലൂടെയാണ് നമ്മളിപ്പോൾ സയൻറ്റിഫിക് വേൾഡിരിക്കുന്നത്. കാരണം അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു റിസൾട്ടാണ്. ചെയ്യുന്നില്ലെന്നല്ല, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടായും. അങ്ങനെയല്ല, കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവും. ഇതിനെ നമ്മൾ പറയുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ 30കളിലും 40കളിലും നമ്മൾ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ടണലിങ്, എൻറ്റാങ്കിൾമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ യുക്തിക്ക് നടക്കാത്ത കാര്യങ്ങൾ അതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് ഒരു പ്രത്യേക, അതൊക്കെ മൈക്രോ വേൾഡ് അല്ല, ആറ്റത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളല്ല, ഫിസിക്കൽ വേൾഡ് അല്ല, മാക്രോ വേൾഡിൽ ഇങ്ങനൊരു ഫിനോമിന ആദ്യമായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ കാണുന്നത്. ഡാർക്ക് മാറ്റർ അവിടെ നിൽക്കട്ടെ, നമ്മൾ അടുത്തതിലേക്ക് ഹിസ്റ്ററിയിലേക്ക്. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം നമ്മളെല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, ഇതൊക്കെ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം. പ്ലേറ്റോയുടെ അരിസ്റ്റോട്ടലിൻ്റെയും പ്രപഞ്ചത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ന്യൂട്ടണും ലെബ്നിസും ഡെസ്കാർഡായി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നൊക്കെ സ്കൂളിൽ പഠിക്കത്തില്ലേ, പുള്ളിയുടെ ഇവരൊക്കെ പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഫിലോസഫിക്കലായിട്ട് ചർച്ച ചെയ്ത ആൾക്കാരാണ്. 17ാം നൂറ്റാണ്ടിൽ ഇമ്മാനുവൽ കാന്റിനെ പോലുള്ളവർ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ഐലൻഡ് യൂണിവേഴ്സസ് എന്ന കൺസെപ്റ്റ് പിന്നീട് പല നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അല്ലെങ്കിൽ അസ്ട്രോണമേഴ്സിനെ തന്നെ എൻകറേജ് ചെയ്ത സംഭവമാണ്. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടോ എന്നുള്ള ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു വീണ്ടും ഇത് ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്ത പിന്നെയാണ്. ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് ഗ്രാവിറ്റി എങ്ങനെ പോയാലും പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടാകുന്നില്ല, പ്രപഞ്ചം മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതായിരുന്നു ന്യൂട്ടൺ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരുടെ കൺസെപ്റ്റ്. പക്ഷേ ജനറൽ തിയറി വന്നതോടുകൂടി ഗ്രാവിറ്റേഷണലി ഈ വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ ഇത് ഒരിക്കലും ഒരു മാറ്റമില്ലാത്ത പ്രപഞ്ചത്തിലേക്ക് അല്ലായിരുന്നു ഐൻസ്റ്റീൻ്റെ തിയറി നയിച്ചത്. അലക്സാണ്ടർ ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞ റഷ്യക്കാരൻ, ആ റഷ്യൻ റെവല്യൂഷൻ നടക്കുന്ന സമയമാണ് 1917. അദ്ദേഹം ഐൻസ്റ്റീൻ്റെ തിയറി പഠിച്ചിട്ട് 3 മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പടത്തിൽ കാണുന്ന പോലെ ഒന്നെങ്കിൽ ഗുരുത്വാകർഷണം എന്നേക്കുമായിട്ട് അഫക്റ്റ് ചെയ്ത് നമുക്കുള്ള മാസിനെല്ലാം ചുരുക്കി പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ പ്രപഞ്ചം ഫ്ലാറ്റായിട്ട് അവസ്ഥയില്ല, ഒരു ബാലൻസിലേക്ക് നിന്ന് പോകും, അല്ലെങ്കിൽ ഈ എക്സ്പാൻഡ് ചെയ്ത് അത് പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കും. ഇത് 3 ഒന്ന് നടക്കണമെന്നാണ് അത് പുള്ളി മുന്നോട്ട് വെച്ച ഐഡിയ ആണ്. ഐൻസ്റ്റീൻ ഇത് കത്തയച്ചു കൊടുത്തു, ഐൻസ്റ്റീൻ അത് പുച്ഛിച്ച് കളഞ്ഞു. ഐൻസ്റ്റീൻ്റെ തിയറിക്കകത്ത് ഇത് കാണുന്ന ഇക്വേഷനിലേക്ക് ആരും നോക്കണ്ട, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ്. പിന്നീട് അദ്ദേഹം ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് പ്രപഞ്ചത്തിന് മാറ്റമില്ല എന്ന് സ്വന്തം തിയറി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ പ്രകാരം മാറ്റമില്ലാത്തൊരു പ്രപഞ്ചമാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഗ്രാവിറ്റി എന്നുള്ള രീതിയിൽ ഗ്രാവിറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫാക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അലക്സാണ്ടർ ഫ്രീമാൻ്റെ സജഷൻസിനെ അദ്ദേഹം പുച്ഛിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം അത് തിരുത്തി, ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് പറയുകയുണ്ടായി. അതിന് കാരണമായ മനുഷ്യനാണ് ഈ എഡ്വിൻ ഹബിൾ. 20കളുടെ അവസാനത്തോടെ ഹബിൾ ഗാലക്സികളെ പറ്റി അന്ന് പുതിയ ടെലിസ്കോപ്പുകൾ വരാൻ തുടങ്ങി. അതാണ് മലയുടെ മുകളിലൊക്കെ വലിയ ഒബ്സർവേറ്ററികളൊക്കെ വരാൻ തുടങ്ങിയ കാലമാണ് 20കളും 1900 ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ടൈം. സയൻറ്റിഫിക് വേൾഡ് കുറച്ചുകൂടെ ആക്റ്റീവായി. അദ്ദേഹം ഗാലക്സികളുടെ അന്നത്തെ പ്രപഞ്ച വീക്ഷണം എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ആയിരുന്നു നമ്മുടെ പ്രപഞ്ചം, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളൊരു കുറച്ചുപേരൊക്കെ, അതായത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗാലക്സി, നമ്മുടെ ഗാലക്സികൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഒന്നാന്നുള്ള ഒരു തിരിച്ചറിവൊന്നും അന്നില്ല. അദ്ദേഹം ഗാലക്സികളുടെ വേഗവും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമ്മളിൽ നിന്നുള്ള
ഗാലക്സികൾ, അതായത് ഏത് വസ്തു ആയിക്കോട്ടെ, അകലും തോറും അത് കൂടുതൽ വേഗത്തിലാണ് അലകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. നമ്മൾ റെഡ് ഷിഫ്റ്റ് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. മാത്രമല്ല റെഡ് ഷിഫ്റ്റിൻ്റെ വാല്യൂ അദ്ദേഹം കൂടുതൽ അകലത്തിലുള്ളത് കൂടുതൽ റെഡ് ഷിഫ്റ്റ് കാണിക്കുന്നത്. ഇതിനൊരൊറ്റ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് അദ്ദേഹം എത്തിയത്. അത് 20കളുടെ അവസാനത്തിനാണ്. ഇതോടുകൂടിയാണ് ഐൻസ്റ്റീൻ തൻ്റെ തിയറി തിരുത്താൻ തയ്യാറാകുന്നത്. ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഹബിൾസ് കോൺസ്റ്റൻ്റ് ആണ്, ഈ എച്ച് എന്നുള്ള വാക്ക്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം വികസിക്കുവാണെങ്കിൽ അപ്പം വേറൊരു ചോദ്യം വന്നു. വികസിക്കുവാണെങ്കിൽ ഇതിന് തുടക്കം ഉണ്ടായിരുന്നുവോ എന്നുള്ളൊരു ചോദ്യം 1920കളിലും 30കളിലും. ഇതൊക്കെ പണ്ട് ഫിലോസഫി അല്ലെങ്കിൽ തത്വചിന്തകന്മാർക്ക് മാത്രം കൊടുത്തിരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് സയൻറ്റിസ്റ്റുകൾക്ക് തൊടാൻ പറ്റി എന്നുള്ളതാണ് അന്നത്തെ ഈ ഒരു നിരീക്ഷണത്തിൻ്റെ ആന്തരിക ഫലം എന്ന് പറയുന്നത്. 20കളിലും 30കളിലും ക്വാണ്ടം മെക്കാനിക്സ് വന്നു. സയൻറ്റിഫിക് വേൾഡ് മൊത്തം മാറി. ഐൻസ്റ്റീൻ അംഗീകരിച്ചില്ല. ഐൻസ്റ്റീൻ നീൽസ് ബോറും തമ്മിലുള്ള ഡിബേറ്റ് ഉണ്ടായി. വർഷങ്ങളോളം നീണ്ടു വന്നു. അവസാനം ഐൻസ്റ്റീൻ ക്വാണ്ടം മെക്കാനിക്സിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ഇതിനിടയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ വികസനത്തിൻ്റെ തന്നെ 2 തിയറികളുണ്ടായി. ബിഗ് ബാങ് തിയറിയും സ്റ്റഡി സ്റ്റേറ്റ് തിയറിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ ബിഗ് ബാങ് തിയറി മുന്നിട്ട് വന്നു. കോസ്മോഗണി എന്നുള്ളൊരു പുതിയ ശാസ്ത്ര ശാഖ തന്നെ തുടങ്ങി. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, ഇത് ഒരാൾക്ക് കസേരയിട്ട് ചിന്തിക്കുക എന്നുള്ള വിഷയത്തിനപ്പുറത്ത് സയൻറ്റിഫിക് വേൾഡിന് തൊടാൻ പറ്റുന്നൊരു വിഷയം എന്നുള്ള രീതിയിലേക്ക് നമ്മളെത്തി. അവിടെ സയൻറ്റിസ്റ്റുകൾക്ക് എത്തിയൊരു നിഗമനം അല്ലെങ്കിൽ പുതിയൊരു വഴിത്തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കിംഗ് ഇൻസൈഡ് ദ ആറ്റം ടു അണ്ടർസ്റ്റാൻഡിങ് ദ ബിഗസ്റ്റ്. അതായത് ആറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വേറൊരു ശാസ്ത്രശാഖയും ഗാലക്സികളെക്കാളും പ്രപഞ്ചത്തിൻ്റെ വലിയ കാര്യങ്ങളെ പറ്റുന്ന മറ്റൊരു ശാഖയുമായിട്ട് നിന്നിരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഒന്നിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെത്തി. സ്റ്റാൻഡേർഡ് മോഡലുണ്ടായി. അതിനുശേഷം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. അലൻ ഗൂത്ത് ഇൻഫ്ലേഷൻ ബിഗ് ബാങ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അതിന് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. അത് അലൻ ഗൂത്തിൻ്റെ ഇൻഫ്ലേഷൻ എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബിഗ് ബാങ് തിയറിനെ ഒന്ന് സേവ് ചെയ്തെന്ന് വേണം പറയാം. ഇതാണ് നമ്മൾ ഇന്നുള്ള ബിഗ് ബാങ് തിയറിയുടെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ. ഇനി ഹബിൾ കോൺസ്റ്റൻറ്റ് കൃത്യമായ വാല്യൂ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഏതൊരു അസ്ട്രോണമറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഹബിൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ചാണ് പ്രപഞ്ചം എത്ര റേറ്റിലാണ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു അതിൻ്റെ ഒരു ഇതിൻ്റെ വാല്യൂ അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1998 കുറേ അസ്ട്രോണമേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് അവർ ഹബിൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനുള്ള സ്റ്റഡീസിലായിരുന്നു. അവർ കണ്ടെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അകലത്തിലുള്ള ഗാലക്സികൾ അകന്നു പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ളതിനേക്കാളും കൂടുതലാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് അവർ കണ്ടത്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ വികാസം ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് വീണ്ടും അതായത് പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തത്തിൻ്റെ തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള കണ്ടുപിടുത്തം. അതായത് വികസിക്കുന്നുണ്ടെങ്കിലും അതുവരെയുള്ള സയൻറ്റിഫിക് വേൾഡിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഉള്ളിടത്തോളം കാലം ഈ വികസനം കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്രാവിറ്റേഷൻ പിടിച്ചു നിർത്തും. ഒന്നെങ്കിൽ ഇത് ഒരു ന്യൂട്രൽ വെലോസിറ്റിയിൽ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്രാവിറ്റേഷൻ തിരിച്ച് പിടിച്ച് കോൺട്രാക്ഷനിലേക്ക് വരും. ഇതും അല്ലെങ്കിൽ ഒരു ഫ്രീഡ്മാൻ്റെ 3 മോഡൽ ഇതിലെങ്കിലും ഒന്നായിരുന്നു വിചാരിച്ചു. പക്ഷേ ഈ കാണിച്ച റിസൾട്ട് എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്ത റിസൾട്ട്. അതായത് ആക്സിലറേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മളെത്തും. അതുവരെയുള്ള തിയറി ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. പ്രപഞ്ചത്തിൻ്റെ വികാസം ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മളൊരു കല്ലെടുത്ത് മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കല്ല് ഇതിൻ്റെ സ്പീഡ് ആദ്യം കൂടുതലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് വരും. പക്ഷേ ഈ കല്ല് മേലോട്ട് സ്പീഡ് കൂടി പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ ഒരു നിരീക്ഷണമാണ് ഇതിൻ്റെ ഈ ഒരു നമ്മൾ ആ ഒരു ടൈപ്പ് കണ്ടുപിടുത്തമാണത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അടുത്ത സ്ഥാനത്തിലേക്ക് നമ്മൾ നിർത്തി. അതാണ് ഡാർക്ക് എനർജി. എന്താണ് ഇത് കോസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. വെറുതെ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്താണോ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന എനർജി, അതിനാണ് നമ്മൾ ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നത്. കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റ് ഐൻസ്റ്റീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഗ്രാവിറ്റി എന്നുള്ള രീതി തന്നെയായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും നമ്മൾ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിനെ പറ്റി ഈ ഡാർക്ക് എനർജിയുടെ കണ്ടുപിടുത്തത് കൂടി അതിനെ നമ്മൾ വീണ്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഐൻസ്റ്റീൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ശരിക്കും ഡാർക്ക് എനർജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അലൻ ഗൂത്തിൻ്റെ ഇൻഫ്ലേഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായിക്കഴിഞ്ഞ് ആ ഒരു ചെറിയ പോർഷനിൽ അതൊരു എക്സ്പോണൻഷ്യലായിട്ട് എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് ഇൻഫ്ലേഷൻ തിയറി പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക്
ഇപ്പോഴും എക്സ്പ്ലനേഷൻ ഇല്ല. ഈ ഡാർക്ക് എനർജിയും ഏകദേശം ഈ ഒരു സെയിം കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിനെ ഉപയോഗിച്ചും ഇൻഫ്ലേഷൻ, ഡാർക്ക് എനർജി, ഈ രണ്ട് രീതിയിലും നമ്മളിതിനെ താരതമ്യപ്പെടുത്തുന്നത്. ഇതിൻ്റെ പക്ഷേ ഇത് തമ്മിലുള്ള വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് ഇന്നും ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ സത്യം. ഡാർക്ക് എനർജി എന്താണെന്നും ഡാർക്ക് മാറ്റർ എന്താണെന്നും ചുരുക്കി നമുക്ക് ഒന്നും അറിയത്തില്ല. ഡാർക്ക് മാറ്ററിനെ പറ്റി പറയുന്നത് വെച്ചാൽ കുറച്ച് പോസിബിൾ കാൻഡിഡേറ്റ്സ് ആണിത്. കുറച്ച് ഈ കാണിക്കുന്ന വിംസ് അല്ലെങ്കിൽ ആക്സിയോൺസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയാം എന്നല്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഒന്നും അറിവില്ല എന്ന് തന്നെയാണ് സത്യം. ഡാർക്ക് മാറ്റർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നൊരു ചോദ്യം വരും. അതായത് അവർ നമ്മളെ ഗ്രാവിറ്റേഷണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് മാറ്റർ മൂലമുണ്ടാകുന്ന വേറെ അല്ലെങ്കിൽ ഗാലക്സി തന്നെയാണോ, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നൊന്നും നമുക്ക് ഒരു ഐഡിയയുമില്ല. ഒരു ഷാഡോ യൂണിവേഴ്സ് അല്ലെങ്കിൽ നോർമൽ മാറ്റർ ഉപയോഗിച്ചൊരു ഗാലക്സി ഉണ്ടാകുന്ന പോലെ ഡാർക്ക് മാറ്റർ ഉപയോഗിച്ചൊരു ഗാലക്സി നമുക്ക് അൺഒബ്സർവബിളായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ തന്നെ ഡാർക്ക് മാറ്റർ ഉപയോഗിച്ചുള്ള സ്റ്റാർസും ഡാർക്ക് മാറ്റർ ഉപയോഗിച്ചുള്ള പ്ലാനറ്റ്സും അല്ലെങ്കിൽ ഈവൻ ലൈഫ് ഇതൊക്കെ ഉണ്ടോ എന്ന് ഇതൊക്കെ സയൻസ് ഫിക്ഷൻ്റെ ഏരിയയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡാർക്ക് എനർജി എന്താണെന്നുള്ളതും എം ടി സ്പേസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. അതായത് വാക്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ, അതിനൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് വരും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയല്ല, ഒരു അബ്സല്യൂട്ട് വാക്വം എന്നൊരു സാധനം ഇല്ല. ആ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഇട്ട് വേണമെങ്കിൽ ഡാർക്ക് എനർജീനെ പറയാം. മാത്രമല്ല വേണമെങ്കിൽ പുതിയൊരു കൺസെപ്റ്റ് അതെങ്കിൽ ഒരു അഞ്ചാമതൊരു ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഉണ്ടോ. പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അഞ്ചാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തിനും ടൂവിനകത്ത് കണ്ട ആ ഫോഴ്സ് അല്ല, ഇതല്ല സാധനം, ഫിഫ്ത്ത് ഫോഴ്സ് അല്ല. നമുക്കറിയില്ല കമീലിയൻ എന്നുള്ളൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിന് നമ്മൾ ഇതുവരെ നമ്മുടെ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതൊക്കെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റിയും ഇലക്ട്രോമാഗ്നറ്റിസം. ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രോപ്പർട്ടീസ് മാറ്റാവുന്ന തരത്തിലുള്ള ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെയുള്ള ഫോഴ്സ് ആകാമായിരിക്കാം. ഇതെല്ലാം കൺസെപ്റ്റാണ്, തിയറികളാണ്, നമുക്കൊന്നും അറിയത്തില്ല. ഇവിടെ 96 എന്താണെന്നുള്ളത് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. നമ്മൾ ഐൻസ്റ്റീൻ്റെ E=mc² ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കറിയാം. അതായത് മാസ് എന്നോ എനർജി എന്നുള്ള വ്യത്യാസമില്ല, മാസ് എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. പ്രപഞ്ചത്തിലെ മൊത്തം മാസ് എനർജിയിൽ 74% ഡാർക്ക് എനർജിയാണ്, 22% ഡാർക്ക് മാറ്ററാണ്. അതായത് 96% ഓഫ് ദ യൂണിവേഴ്സ് ഈസ് അൺനോൺ. ഇതാണ് 96. നമ്മുടെ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വെറും 4% മാത്രമാണ്. ഇറ്റ്സ് നത്തിങ് മോർ ദാൻ എ ലെയർ ഓഫ് ഫോം ഫ്ലോട്ടിംഗ് ഓൺ എ വാസ്റ്റ് സീ ഓഫ് ഡാർക്ക്നെസ്. ആ 4%-ന് വേണ്ടിയാണ് നമ്മൾ തല്ലി ചാവുന്നതും എല്ലാം ചെയ്യുന്നത്. ഇനി ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷനിൽ എല്ലാത്തിനെയും ഒന്നിച്ച് ചേർത്തുന്ന കാര്യമാണ്. ഡാർക്ക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും തമ്മിൽ അകറ്റുന്ന സാധനം. ഇത് തമ്മിലുള്ളൊരു മത്സരമാണ് പ്രപഞ്ചത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. കോസ്മിക് ടഗ് ഓഫ് വാർ. ഇത് 1970-കളുടെ അവസാനത്തോടു കൂടി ഈ ഡാർക്ക് മാറ്റർ, വേറെ റൂബിൻ ഡാർക്ക് മാറ്റർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം, നമ്മളിപ്പോൾ തിയറികളെല്ലാം ഓൾമോസ്റ്റ് ആയി. ഇനി കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിനെ ജനറൽ റിലേറ്റിവിറ്റിനെയും കൂടെ ഒരുമിച്ചാൽ മാത്രം മതി, അതോടുകൂടി പണി തീർന്നതെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്നത്തെ തിയറി സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം നമുക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും നോക്കുന്നത് ഒരേ ഒരു തിയറിയിലേക്കാണ്, സ്ട്രിംഗ് തിയറിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. സ്ട്രിംഗ് തിയറി എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. എല്ലാ പാർട്ടിക്കിൾസും സ്ട്രിങ്സ്, അതിൻ്റെ പല വൈബ്രേഷൻ, പല മോഡ്സ് ആണ് പല പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും റേഞ്ചിനപ്പുറമാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല. 10 ഡയമെൻഷനും 11 ഡയമെൻഷനൊക്കെ ഉപയോഗിച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്ററിലേക്ക് എന്തെങ്കിലും തിയററ്റിക്കലായിട്ട് നമുക്ക് തൊടാൻ പറ്റുവാണെങ്കിൽ അത് സ്ട്രിംഗ് തിയറിയിലൂടെ മാത്രമായിരിക്കും. അവിടെ തന്നെ വേറൊരു കാര്യമാണ് എം തിയറി. അതായത് സ്ട്രിംഗ് തിയറി തന്നെ 1960-കളിലും 70-കളിലും ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ പല റൂട്ടിലേക്ക് ഇത് പോവുകയുണ്ടായി. 5-6 സ്ട്രിംഗ് തിയറികളുണ്ടായി. അതിനെല്ലാം യൂണിഫൈ ചെയ്ത് ഒരൊറ്റ തിയറി ആക്കിയാണ് എം തിയറി. ഈ എം തിയറി ആയിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് കോസ്മോഗണി അല്ലെങ്കിൽ യൂണിവേഴ്സിന് ഒരു ഒറിജിൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തിയറി ഓഫ് എവരിത്തിങ്, എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു തിയറി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എം തിയറി. എഡ്വേർഡ് വിറ്റൺ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിഫിക് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് എം തിയറി. മാത്തമാറ്റിക്സിന് നോബൽ പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല, അതുകൊണ്ട് ഫീൽഡ്സ് മെഡൽ കിട്ടി. നമ്മൾ തിയററ്റിക്കലാണ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടത്തി. ന്യൂട്രിനോസിന് മാസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ചു, ഗോഡ്സ് പാർട്ടിക്കിളാണെന്ന് പറഞ്ഞ് വേറെ കുറച്ച് ടീംസ് അതിൻ്റെ ഇടയിൽ വന്നു.
ഗ്രാവിറ്റേഷൻ വേവ്സ് കണ്ടുപിടിച്ചത് അടുത്തിടെ നമ്മൾ പത്രങ്ങളിലൊക്കെ വന്നതാണ്. അടുത്ത ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാം ഇനിയും ഡാർക്ക് എനർജി ഡാർക്ക് മാറ്ററും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളിങ്ങനെ. എന്നാൽ അങ്ങനെയാണോ? അല്ല. കാരണം വെച്ചാൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തിയറി അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, അതായത് പ്രപഞ്ചത്തിലെ ഒരു 10,000 ഗാലക്സികളോളം കാണേണ്ട ഒരു സ്ഥലത്ത് ഒന്നുമില്ല, നത്തിങ്. അതെങ്ങനെയാണ് ഒരു തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഇതൊക്കെ വളരെ ന്യൂ ജനറേഷൻ കണ്ടുപിടുത്തങ്ങളാണ്, 2-3 വർഷമായിട്ടുള്ളൂ. എന്തുകൊണ്ട് അത്രയും സ്ഥലത്ത് ഒന്നുമില്ല എന്നുള്ള ഡിസ്റ്റിങ്, അത് നമ്മുടെ ഒരു നിയർ ബൈ യൂണിവേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണോ എന്നുള്ള രീതിയിലുള്ളതും സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പോലും നമുക്കുള്ള ഡേറ്റ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അത്രയും സ്ഥലത്ത് ഒന്നുമില്ല അപ്രത്യക്ഷമാകുന്നത്? ഡാർക്ക് ഫ്ലോ, ഇതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ അടുത്ത സാധനം. അതായത് യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു വെലോസിറ്റി കമ്പോണൻറ്റ് ഉള്ളതായിട്ടാണ് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. ആ ഗാലക്സീസ് ഫ്ലോയിങ് ടുവേഴ്സ് എ പോയിൻറ്റ് ബിയോണ്ട് അവർ. നമ്മുടെ പ്രപഞ്ചത്തിന് അപ്പുറേ പുതിയൊരു പ്രപഞ്ചം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ, ഒരു ശക്തി എന്ന് പറയാൻ പറ്റത്തില്ല, അത് വേറെ കാറ്റഗറിയിലോട്ട് പോകും. പുറത്തുനിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് ആദ്യമായിട്ട് എക്സ്പെരിമെൻ്റലി നമുക്ക് ഡിറ്റക്ട് ചെയ്ത സാധനമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും മോഷനിൽ ഒരു എക്സ്റ്റേണൽ വെലോസിറ്റി കമ്പോണൻറ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ പറയേണ്ട കാര്യം തന്നെയാണ്. അതുക്കും മേലെ പോയി സ്ട്രിംഗ് തിയറിയുടെ കാര്യം പറഞ്ഞു. സ്ട്രിംഗ് തിയറിയിൽ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് തിയററ്റിക്കലായിട്ട് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട്. ഇത് വെറും തിയററ്റിക്കൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒബ്സർവേഷനാണ്. എറർ കറക്റ്റിംഗ് കോഡ്സ് ഡിസ്കവേർഡ് ഇൻ സൂപ്പർ സ്ട്രിംഗ് തിയറി. അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ വി ലിവിങ് ഇൻ എ സിമുലേഷൻ? എറർ കറക്റ്റിംഗ് കോഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ അതെങ്ങനെ പറയുന്നത്, എല്ലാം മായയാണോ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ശരിക്കും ഒരു നമ്മുടെ ലോകം തന്നെ റിയൽ ആണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ്. തിയററ്റിക്കലായിട്ട് ഇതിനൊക്കെ നമുക്ക് ഇത് ടച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് മോഡേൺ സ്ട്രിംഗ് തിയറിയിൽ. ഇദ്ദേഹമാണ് സ്ട്രിംഗ് തിയറി തന്നെ പല സയൻറ്റിസ്റ്റുകൾ, നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബ്രയൻ ഗ്രീനെ പോലുള്ള അല്ലെങ്കിൽ മിഷിയോ കാക്കുവിനെ പോലുള്ളവരൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ആൾ. അതായത് നമ്മൾ മെട്രിക് സിനിമയിലൊക്കെ കാണുന്നതാണ്, നമ്മൾ സിമുലേഷനിലാണോ ജീവിക്കുന്നത് എന്നുള്ള തിയററ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപാട് തിയററ്റിക്കലായിട്ടുള്ള ഇതുപോലെ കൺസെപ്റ്റുകൾ, ഡിസ്കവറീസ് എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹിഗ്സ് ബോസോണിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡൽ വീണ്ടും പുതിയ മാനങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റിയെ പറ്റി, അതായത് ചേഞ്ചിങ് യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ്, അതായത് നമുക്ക് യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ കുറേ ഒരു സംഭവം, ഒരിക്കലും മാറ്റമില്ലാത്ത വാല്യൂ ഉള്ള കാര്യം. പക്ഷേ അവിടെ വാല്യൂ മാറിയാൽ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ പുതിയ ചോദ്യങ്ങൾ അവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ തവണയും സയൻസിൻ്റെ രീതി അനുസരിച്ച് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ഇതുവരെയുള്ള അറിവെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഈ ഒരു അറിവിൽ നമ്മൾ ഇന്നലെ വരെ നമ്മളെല്ലാം കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇതുവരെയുള്ള എല്ലാം ശരിയായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. 50 വർഷം മുമ്പുള്ള ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന് ഡാർക്ക് എനർജിയെക്കുറിച്ച്, ഡാർക്ക് മാറ്ററിനെക്കുറിച്ച്, ഡാർക്ക് ഫ്ലോനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അദ്ദേഹം പറയും ഇനി കുറച്ച് നേരം കണ്ടുപിടിച്ചാൽ ഓക്കെ. 100 വർഷം മുമ്പ് ചോദിച്ചാൽ അദ്ദേഹത്തിന് ജനറൽ തിയറി റിലേറ്റിവിറ്റിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇതേ ഉത്തരം തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് 2019 നിൽക്കുമ്പോൾ നമ്മളൊരു തിയററ്റിക്കലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊരു വേറെ കുറച്ച് ടീംസ് ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കുറച്ച് ടീംസ് ഇപ്പോൾ ഉണ്ട്. അതായത് നമുക്കിതൊന്നും അറിയാൻ മേല, സയൻസ് സ്റ്റക്കായി പോകുന്നത് നമുക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഇതെല്ലാം നമ്മളാ എന്നുള്ള സംഭവം പറയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ ഇടയ്ക്കൊരു കളിയുണ്ട്. അത് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ചലഞ്ചും കൂടെ വെക്കുവാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാതെ സ്ട്രിംഗ് തിയറിയിലെ എക്സ്ട്രാ ഡയമെൻഷനെ പറ്റിയോ അല്ലെങ്കിൽ ഡാർക്ക് ഫ്ലോ എന്താണെന്നോ ഡാർക്ക് എനർജി എന്താണെന്നൊക്കെ ഒന്ന് പുസ്തകത്തിൽ നോക്കി നിങ്ങൾ പറഞ്ഞിട്ട് നോബൽ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന ഒരു അഭ്യർത്ഥന കൂടെ വെക്കുവാണ് അവിടെ. ലെഫ്റ്റ് കാണുന്ന ആ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു കറക്റ്റ് പിക്ചറൈസേഷനാണ്. അത് എന്ത് തിയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അപ്പം സിമെൻറ്റ് കുഴയ്ക്കുന്ന പോലെ കുറച്ച് ഇടയ്ക്ക് കയറ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. തീരുവാണ്, ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ തീർന്നു തോന്നും. 1 മിനിറ്റ് 2:20 ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കൺക്ലൂഷനായിട്ട് പറയുന്നത്. അതായത് സയൻസിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മളെല്ലാ കാലത്തും ഇതുപോലെ
ക്വസ്റ്റ്യൻസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കും. പക്ഷേ നമ്മളത് തിരിച്ച് കയറും. നമ്മൾ ഒരു ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമേ ഇപ്പോൾ തൊട്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്നാ ചെയ്യാൻ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ പറ്റി എന്നുള്ളതാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നുള്ളത് പണ്ടത്തെ കാലത്ത് ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ച് തൊടാൻ പറ്റാത്ത ചോദ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ സ്ട്രിംഗ് തിയറിയിലൂടെ അതിനെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് വേറൊരു സംഭവം, ഇതിനൊരു മറ്റൊരു മുഖം എന്ന് പറയുന്നത്, ടോളമി എങ്ങനെയാണ് എപ്പിസൈക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെട്രോഗ്രേഡ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജി എന്ന കൺസെപ്റ്റ് കൊണ്ട് വെച്ചേക്കുന്നത്. ഒരുപക്ഷേ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇല്ലായിരിക്കാം. നമ്മളെ ഗ്രാവിറ്റേഷനെ കുറിച്ചോ ഗുരുത്വാകർഷണം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ ഗതികെട്ട് ഡാർക്ക് എനർജി അല്ലെ ഡാർക്ക് മാറ്റർ എന്നുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കണം. ഇതിനെയാണ് തെളിവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപക്ഷേ ഈ നാളെ ഡാർക്ക് മാറ്റർ അല്ലെ ഡാർക്ക് അല്ലെങ്കിൽ ഈതർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ, അതായത് ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം. അങ്ങനെയാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഈതർ എന്ന് പറഞ്ഞാൽ ആകാശം എന്നുള്ള നമ്മുടെ ഭാരതീയ കൺസെപ്റ്റ്. ലൈറ്റിന് എല്ലാ വേവ്സിനും ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം വേണം. അങ്ങനെയാണ് ഈതർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. പിന്നീട് ലൈറ്റ് അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, ഈതർ എന്നുള്ള ആവശ്യമില്ല എന്നതിലേക്ക് എത്തും. അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ നമ്മുടെ തിയറി അല്ലെങ്കിൽ വാക്വം എന്താണെന്നോ നമ്മൾ ഇനി മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഡാർക്ക് എനർജി വരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ കൺസെപ്റ്റോ വസ്തുവിൻ്റെ ആവശ്യമോ ഇല്ലാതെ തന്നെ വരാം. ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഐൻസ്റ്റീനെ പോലെ ന്യൂട്ടനെ പോലെയോ അല്ലെങ്കിൽ കെപ്ലറിനെ പോലെയോ ഒരാൾ വന്നിരിക്കും, തീർച്ചയായിട്ടും വരും. ഇന്ന് ലോകത്തിൽ 200 വർഷം അല്ലെ 300 വർഷം ജീവിക്കുന്ന മനുഷ്യൻ ഓൾറെഡി ജനിച്ചതായിട്ടാണ് നമ്മൾ പറയുന്നത്. 2019 എടുത്തു, 2018 ആ വർഷം. 2018 ജനിച്ചൊരു കുഞ്ഞായിരിക്കും ആദ്യമായിട്ട് 250 വർഷം ജീവിക്കുന്നതെന്നാണ് പൊതുവെയുള്ള പ്രഡിക്ഷൻ. തീർച്ചയായിട്ടും ജനിച്ചിരിക്കും, സയൻസ് കണ്ടുപിടിച്ചിരിക്കും. അത് ശരിയാണ്. എല്ലാവർക്കും നന്ദി. ആൻറ്റി മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. അതായത് ഇപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ളൊരു പാർട്ടിക്കിൾ, അതിൻ്റെ അതേ മാസമുള്ള പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് പോസിട്രോൺ. ഓപ്പോസിറ്റ് ചാർജുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആൻറ്റി മാറ്റർ എന്ന് പറയുന്നത്. 1930കളുടെ അടുത്തോട് ഇങ്ങനെ പോൾ ഡിറാക്കാണ് ശരിക്കും ആദ്യം ആൻറ്റി മാറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന് ഒരു പോസിറ്റീവ് ചാർജുള്ള പോസിട്രോണും പ്രോട്ടോണിൻ്റെ ആൻറ്റി മാറ്റർ ഉണ്ടായിരിക്കും, അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതും ഒരു ന്യൂട്രോണോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻറ്റി മാറ്ററിൻ്റെ ഒരു ആറ്റോയി ഒരു ഹൈഡ്രജൻ. ഇതാണ് ആൻറ്റി മാറ്ററും നോർമൽ മാറ്ററും തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനർജി ആയിട്ട് പോകും എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രപഞ്ചം വികസിക്കുന്നത് എന്നത് എന്തുകൊണ്ടാണ്, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയില്ല പ്രപഞ്ചം വികസിക്കുന്നതെന്നാണോ ആക്സിലേറ്റ് ചെയ്യുന്നതാണോ ചോദിച്ചത്. വികസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരീക്ഷണത്തിലൂടെ കാണുന്നത്. അതായത് എഡ്വിൻ ഹബിളിൻ്റെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന 3 രീതികളാണ്. ഒന്ന് പാരലാക്സ്, ഏറ്റവും അടുത്തുള്ള നക്ഷത്രങ്ങൾ ഒരുപക്ഷെ ഭൂമിയുടെ 6 മാസം, ഭൂമി സൂര്യന് വേണ്ടി കറങ്ങുമ്പോൾ 6 മാസം കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. 2 സ്ഥലത്തു നിന്ന് നമ്മൾ നക്ഷത്രത്തെ നോക്കുമ്പോൾ അതിന് ചെറിയ വ്യത്യാസം കാണും അതിൻ്റെ പൊസിഷനിൽ. ആ പൊസിഷൻ ഉപയോഗിച്ചാണ് നമ്മൾ അടുത്തുള്ള നക്ഷത്രങ്ങളിലേക്ക് ദൂരം കണ്ടുപിടിക്കുന്നത്. പാരലാക്സ്, സിമ്പിൾ പാരലാക്സ്. കുറച്ചുകൂടെ ദൂരമുള്ള നക്ഷത്രങ്ങളെ നമ്മൾ ദൂരം കണ്ടുപിടിക്കുന്നത് വേരിയബിൾ സ്റ്റാർസ് അല്ലെങ്കിൽ സിഫൈഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞ പ്രത്യേക തരം സ്റ്റാറുകളുണ്ട്. ആ സ്റ്റാറുകളുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കും, ഒരു പ്രത്യേക സൈക്കിളായിട്ടായിരിക്കും. ആ സൈക്കിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ അത്ര ഇന്ന സൈക്കിളുള്ള ഒരു സിഫൈഡ് വേരിയബിളിന് ഇത്ര അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതായത് ആ രീതിയിലെടുക്കുമ്പോൾ നമ്മളിവിടെ നിരീക്ഷിക്കുമ്പോൾ അതിന് കാണുന്ന അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡും തിയററ്റിക്കലായിട്ട് നമുക്ക് അറിയാവുന്ന അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡും നോക്കി നമ്മൾ ഇവിടുന്ന് ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന ഇതിൻ്റെ ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ഈ ടൈം പീരീഡ് അതായത് ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ഇരുന്ന് അല്ലെങ്കിൽ ഒരു അസ്ട്രോണമർ ഇരുന്ന് ഒരു സ്റ്റാറിനെ ഒരു സിഫൈഡ് വേരിയബിളിനെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ടായിരിക്കും അതിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ഇന്ന അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ ടൈം പീരീഡ് നമുക്ക് അളക്കാൻ പറ്റും. നമ്മൾ കാണുന്ന ലൈറ്റിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കാൻ പറ്റും. ഇത് തമ്മിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടുപിടിക്കും. ഹബിൾ ചെയ്തത് എഡ്വിൻ ഹബിളിൻ്റെ അദ്ദേഹം നിരീക്ഷിച്ചത് സിഫൈഡ് വേരിയബിൾസ് ഉപയോഗിച്ചാണ്. അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ദൂരത്തിലുള്ള ഗാലക്സികൾ, ഇത് ക്വസ്റ്റ്യൻ വികസിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ, അദ്ദേഹം കണ്ടുപിടിച്ചത് കൂടിയ ദൂരത്തിലുള്ള ഗാലക്സികൾ കൂടുതൽ വേഗത്തിൽ അകലുന്നു എന്നുള്ള സിമ്പിൾ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ്. അത് ഉപയോഗിച്ച്
ആണ് ഹബിൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്, വികസിക്കുന്നു എന്നുള്ളത്. മറ്റൊരു രീതിയിൽ ഏറ്റവും കൂടിയ ദൂരങ്ങൾ കണ്ടുപിടിക്കുന്നത് ടൈപ്പ് 1 സൂപ്പർനോവ സ്റ്റാറുകളെ നിരീക്ഷിച്ചാണ്. നമ്മൾ ഈ ഡാർക്ക് എനർജിയുടെ കാര്യം പറയുമ്പോൾ 1998 എക്സ്പെരിമെൻറ്റ് സയൻറ്റിസ്റ്റുകൾ ചെയ്തത് ടൈപ്പ് 1 സൂപ്പർനോവ നിരീക്ഷിച്ചാണ്. നമ്മൾ ഹബിൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് സമയത്താണ് അവർ കണ്ടുപിടിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള വസ്തുക്കൾ കൂടുതൽ വേഗത്തിലാണ് അകലുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പ്രപഞ്ചം വികസിക്കുക മാത്രമല്ല ആ വികസനം ആക്സിലറേറ്റ് ചെയ്യുക കൂടെ. ഞാൻ പറഞ്ഞ പോലെ ഒരു കല്ലെടുത്ത് മേലോട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് എന്തായാലും മേലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ആ പോകുന്നതിൻ്റെ നിരക്ക് കുറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നിൽക്കും. ഇതിപ്പോൾ നേരെ ഇട്ടിരുന്നെങ്കിൽ നേരെ ഉരുണ്ടങ്ങും. പക്ഷേ പോകുന്ന ഒരു സാധനത്തിൻ്റെ വേഗത വീണ്ടും കൂടി വരിക എന്നുള്ളത് നമ്മൾ ഇന്നുവരെ കേട്ട് കളിയില്ല സാധനം. അങ്ങനെയാണ് നമ്മൾ ഡാർക്ക് എനർജി എന്ന കൺസെപ്റ്റിൽ എത്തുക. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അത്രയല്ലോ. എല്ലാവർക്കും നന്ദി. എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ ഇവൻറ്റ്. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.